ഡിബേറ്റ് വിത്ത് മാധു സജി. ജൻസികളുടെ മുട്ടക്കി ധർമ്മം രാജിവെച്ചൊഴിഞ്ഞിട്ട് ഇന്നേക്ക് 5-ാം നാൾ. കേസുകൾ പിൻവലിച്ചോ? ഇല്ല. നഷ്ടപരിഹാരം കൊടുത്തോ? ഇല്ല. സമയമുണ്ട്, പിൻവലിക്കട്ടെ, കൊടുക്കട്ടെ. പക്ഷേ ആ കുട്ടികളെ തല്ലിച്ചതച്ചത് ആരാണ്? പെല്ലറ്റ് തോക്കിന് അനുവാദം കൊടുത്തത് ആരാണ്? സമരവിജയത്തിന്റെ പിറ്റേന്ന് തൊട്ട് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. പരിഹാസമില്ലാതെ മറുപടിയുണ്ടോ സർക്കാരിന്? പ്രധാനമന്ത്രി പോകട്ടെ, ആഭ്യന്തരമന്ത്രിയെങ്കിലും പറയുമോ ഒരു ഉത്തരം? അല്ല, അതിന് ഇനിയും രാജ്യത്തിന്റെ യുവത്വത്തിന് വരേണ്ടി വരുമോ എന്നതാണ് ചോദ്യം. ശ്രീ എ റഹീം MP CPM-ൽ നിന്ന്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, ശ്രീ AK അനുരാജ് വലത് സഹയാത്രികൻ, ശ്രീ ദാമോദർ പ്രസാദ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. അഡ്വക്കേറ്റ് A റഹീം, പ്രതിപക്ഷത്തിന് ആകെ കിട്ടിയ വേദിയാണ് പാർലമെന്റിൽ പരീക്ഷാ പരിഷ്കരണ ബില്ല്. അതല്ലാതെ പ്രക്ഷോഭത്തെ നേരിട്ട രീതിയോ തല്ലിച്ചതച്ച രീതിയോ ആയുധങ്ങൾ ഉപയോഗിച്ച രീതിയോ പോലീസ് അതിക്രമത്തിന്റെ രീതിയോ ചോദ്യം ചെയ്യാൻ പാർലമെന്റിൽ ഒരു അക്ഷരം ഉരിയാടാൻ ഈ ദിവസങ്ങളിലൊന്നും പ്രതിപക്ഷത്തെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ഈ പ്രക്ഷോഭത്തിലേക്കും അതിനെതിരായ പോലീസ് നടപടികളിലേക്കും വിഷയങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമം പരീക്ഷാ പരിഷ്കരണ ബില്ലിന്റെ ഭാഗമായി പ്രതിപക്ഷത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇന്നിപ്പോൾ നോക്കൂ, ഐഷി ഘോഷിന്റെ വിഷയം രാജ്യസഭയിൽ ഉന്നയിക്കുന്ന സമയത്ത് നൽകിയ മറുപടി എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് എന്നെ എൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ജിതേന്ദ്ര സിംഗിന്റെ മറുപടി. ക്ഷമിക്കണം, JP നദ്ദയുടെ മറുപടി. പക്ഷേ ഇത് അടിയന്തരാവസ്ഥ കാലമല്ലല്ലോ. സ്വാഭാവികമായും നമ്മൾ ഇപ്പോഴും ജനാധിപത്യം വാഴുന്നു എന്ന് വിചാരിക്കുന്നിടത്ത് ഈ തരത്തിലുള്ള പ്രതികാര ബുദ്ധി കാണിക്കുന്ന സർക്കാരിനെ എങ്ങനെ നേരിടും? നമ്മുടെ രാജ്യം ഒരു പോലീസ് സ്റ്റേറ്റാക്കി മാറ്റാനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള സമരമാണ് ജൻസികൾ നടത്തിയത്. അതിനെതിരായ സമരമാണ് ഇന്ന് പ്രതിപക്ഷം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് പോലീസ് സ്റ്റേറ്റാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്? അവിടെയാണ് അതിൻ്റെ പ്രശ്നം ഗൗരവമായി കാണേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഡെമോക്രാറ്റിക് വാല്യൂസിനെയെല്ലാം അണ്ടർമൈൻ ചെയ്ത് രാജ്യത്തെ ഒരു പോലീസ് സ്റ്റേറ്റാക്കി മാറ്റുക. നീതി, റൂൾ ഓഫ് ലോ, ഇതൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ മാത്രമല്ല, നിങ്ങൾ അല്പം മുമ്പ് കുറേ കാലങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. സംഘപരിവാറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. അവിടെയാണ് ജനമാകെ കൂടുതൽ ജാഗരൂകമാകേണ്ടത്. UP-യിൽ മാത്രം എത്രമാത്രം എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻസ്, ബുൾഡോസർ രാജ് എന്ന പേരിൽ എക്സിക്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മ ഭരിക്കുന്ന ആസാം എത്ര എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻ നടത്തിയിട്ടുണ്ടാകും? നിയമവിരുദ്ധമെന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ പേരിൽ ആളുകളെ ഷൂട്ട് ഔട്ട് ചെയ്ത് കൊല്ലുന്ന എത്ര സംഭവങ്ങളുണ്ടാവും? നമ്മൾ തന്നെ എത്ര തവണ ചർച്ച ചെയ്തു. അതൊരു ന്യൂ നോർമലായി മാറി. എന്താ കാരണം? റൂൾ ഓഫ് ലോ പൂർണ്ണമായി ഇല്ലാതാകുന്നു. ഇതൊരു പൂർണ്ണമായും ഇനി ഇവിടേക്ക് വന്നാൽ സ്വതന്ത്രമായി സംഘടിക്കാൻ, സമരം ചെയ്യാൻ ഉള്ള അധികാരമെന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അധികാരമാണ്. ആ ഭരണഘടനയുടെ ഒഴിവാക്കാനാകാത്ത മൗലികാവകാശങ്ങളിലൊന്നാണ്. ആ മൗലികാവകാശങ്ങൾക്ക് മേൽ കടന്നുകയറ്റം ഉണ്ടാകുന്നു. എങ്ങനെ? നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്താൽ നിങ്ങളെ പിന്തുടരും. നിങ്ങൾ അത് പാർട്ടി ഓഫീസിലേക്കാണെങ്കിൽ പാർട്ടി ഓഫീസിൽ വന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. പഴയ കേസ് തപ്പിയെടുത്തിട്ടാണെങ്കിൽ പഴയ കേസിൻ്റെ പേരിൽ ഞങ്ങളത് നിങ്ങളെ അഴിക്കുള്ളിലാക്കും. ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഞാൻ തന്നെ ഇന്നലെ ഫയൽ ചെയ്തൊരു കേസുണ്ട്. ആ കേസിൽ ബയോമെട്രിക് സർവൈലൻസിലൂടെ ഈ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റിലേക്ക്, പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് എന്ന ഭരണഘടനാപരമായ തൻ്റെ അവകാശം ഉപയോഗിക്കാൻ വേണ്ടി വന്ന 10,000-കണക്കിന് മനുഷ്യരുടെ ബയോമെട്രിക് വിവരങ്ങൾ സമാഹരിക്കാൻ ഇവർക്ക് ഏത് നിയമമാണ് അധികാരം നൽകുന്നത്? ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമല്ലേ? അപ്പോൾ ജനാധിപത്യ സമരങ്ങളെ ഇല്ലാതാക്കുക, നിയമവാഴ്ച പൂർണ്ണമായി തകർക്കുക, എന്നിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോലീസ് സ്റ്റേറ്റാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അതൊരിക്കലും അനുവദിക്കാനാകില്ല. ഇപ്പൊ പ്രൊട്ടസ്റ്റിന്റെ ഫലമായി എന്തായിരുന്നു പോലീസിന്റെ സമീപനം? ഡൽഹി പോലീസിന്റെ സമീപനം എന്താണ്? പ്രകടമായി തന്നെ 2 കാര്യങ്ങൾ നമുക്ക് വളരെ വിസിബിളായി കാണാൻ കഴിയും. അതിലൊന്ന്, യൂണിഫോം ഇല്ലാത്ത പോലീസുകാർ വിദ്യാർത്ഥികളെ വേട്ടയാടി. ആരാണവർ? പോലീസുകാരാണോ? പോലീസുകാർക്കൊപ്പം ഏതോ കുറേ ആളുകൾ വേട്ടയാടി. ബ്രൂട്ടലായി അവർ വിദ്യാർത്ഥികളെ തല്ലുന്നത്, പെൺകുട്ടികളെ ആക്രമിക്കുന്നത് ഒക്കെ ദൃശ്യങ്ങളിൽ പ്രകടമാണ്. അവരാരാണ്? ഇത്രയും നാളായി അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് അതാരൊക്കെയായിരുന്നു ആ ആളുകളെന്ന് പറഞ്ഞോ? ഏത് സാഹചര്യത്തിലാണ് യൂണിഫോം ഇല്ലാത്ത ഈ ക്രിമിനൽ കൂട്ടങ്ങളെ കൂടെ കൂട്ടേണ്ടി വന്നത് എന്ന് വിശദീകരിച്ചോ? ഇല്ല. മറ്റൊന്ന്, പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നു.
അത് ഒരിടത്ത് ബീഹാറിൽ AK-47 ഉപയോഗിക്കുന്നു. ഇത് വളരെ പ്രകടമായി കാണുകയാണ് നമ്മൾ. എന്തുകൊണ്ടാണിത് എക്സസീവായിട്ടുള്ള ഫോഴ്സ് ഉപയോഗിച്ചത്? അത് ആരുടെ തീരുമാനപ്രകാരമാണ്? ആ ചോദ്യം പ്രസക്തമല്ലേ? ഇത് ഡൽഹിയിലാണ് എങ്കിൽ വളരെ കൃത്യമായി പറഞ്ഞാൽ അത് അമിത്ഷായുടെ കീഴിലാണ്. ആ യൂണിയൻ ഹോം മിനിസ്ട്രിയുടെ കീഴിലുള്ള ഈ പോലീസ് നടപടിക്ക് അമിത്ഷാ നേരിട്ട് ഉത്തരം പറയണം. ഹീസ് റെസ്പോൺസിബിൾ. എന്തുകൊണ്ട് പാർലമെന്റിനുള്ളിൽ ആ ചോദ്യത്തിന് അവർ പ്രതികരിക്കുന്നില്ല? രാജ്യത്തോട് ന്യായമായ വിശദീകരണം നൽകുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഇന്നലെ CJPയുടെ പ്രൊട്ടസ്റ്റിൽ കൊടുത്ത ഉറപ്പിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ ഉന്നയിച്ചു. ഞങ്ങൾക്ക് ഇത് ഉറപ്പുകൾ ഇതുവരെ പാലിക്കപ്പെടാൻ തുടങ്ങിയിട്ടില്ല എന്നവർ പറഞ്ഞു. അതൊരു മാന്യതയാണോ, രീതിയാണോ? പണ്ട് കർഷകരെ ഇതുപോലെ പറഞ്ഞു പറ്റിക്കാനൊരു ശ്രമം നടത്തും, നമുക്കറിയാം. ഇതുപോലെ ജനാധിപത്യ സമരങ്ങളോട് തോറ്റു പിന്മാറിയിട്ടും സംഘപരിവാറിൻ്റെ സഹജമായ ഫാസിസ്റ്റ് മനസ്സ് കാരണം, ജനാധിപത്യ വിരുദ്ധ സ്വഭാവം കാരണം അവർ ഇപ്പോഴും ആളുകളെ വേട്ടയാടുന്നു, പഴയ കേസുകൾ കുത്തിപ്പൊക്കി വേട്ടയാടാൻ ശ്രമിക്കുന്നു, അവരെ പിന്തുടരുന്നു. ഐഷി ഘോഷ് പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട്. ഞാൻ AKG ഭവനിലേക്ക് പോകുന്നത് എങ്ങനെയാണ് പോലീസ് അറിഞ്ഞത്? ഞാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല. ഞാൻ മറ്റാരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിസിബിളായി പരസ്യപ്പെടുത്തിയ ഒരു ഞാൻ എൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നു. അതിന്റെ അർത്ഥം എന്താ? അവരുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നു. എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നാണ്, ട്രാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇതിന് സമാനമാണ് ബയോമെട്രിക് വിവരങ്ങൾ, ഫിംഗർ പ്രിന്റുകൾ വെച്ച് നോക്കുന്നു. എന്താണിത്? ജനാധിപത്യ സമരങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. അത് ഒരു പോലീസ് സ്റ്റേറ്റ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അതിശക്തമായ പ്രതിഷേധങ്ങളിലൂടെ പാർലമെന്റിനകത്തും പുറത്തും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണിത് എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. ഡോക്ടർ ജിൻഡോ ജോൺ, പരീക്ഷാ പരിഷ്കരണ ബില്ലിലേക്ക് വരൂ, ഇതാണ് ചർച്ച ചെയ്യേണ്ടത്, ഇത് രണ്ടും രണ്ടാണ്, ഈ വിഷയം ചർച്ച ചെയ്യൂ എന്നാണ് ആവർത്തിച്ച് ഇന്ന് കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ പ്രതിപക്ഷത്തിന്റെ ഓരോ ചോദ്യങ്ങളുടെയും പരീക്ഷാ പരിഷ്കരണ ബില്ലിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ച പ്രയോഗം എന്ന് പറയുന്നത്. അവിടെ ഇത് നോക്കൂ, ഇപ്പം അഡ്വക്കേറ്റ് A റഹീം പറഞ്ഞതുപോലെ ആരാണ് ഇത്രയധികം ഫോഴ്സ് ഉപയോഗിക്കാനുള്ള നിർദ്ദേശം നൽകിയത്? ഇങ്ങനെ ഫോഴ്സിനെ ഉപയോഗിക്കാനുള്ള നിർദ്ദേശം നൽകിയത് അമിത്ഷാ നേരിട്ട് നിർദ്ദേശം നൽകിയതാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ സഭയിൽ പറഞ്ഞതൊന്നും സഭാരേഖകളില്ല എന്നുള്ളതാണ്. ജോൺ ബ്രിട്ടാസിന്റെ ഈ പ്രസംഗം അപ്പാടെ നീക്കി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ 1, 2, 3 നീക്കം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇന്ന് സഭയിൽ പറഞ്ഞിരിക്കുന്നത് ചരിത്രപ്രധാനമായ ഒരു കാര്യം, ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം പറയുന്ന അഭിപ്രായങ്ങൾ, പരീക്ഷാ പരിഷ്കരണ ബില്ലിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ, ഇതൊന്നും സഭാരേഖകളിലില്ല. ഇങ്ങനെയാണോ സഭ മുന്നോട്ട് കൊണ്ടുപോവുക? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരിൽ നിന്ന് ജനാധിപത്യപരമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള നീതി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. 12 വർഷമായിട്ട് നമ്മൾ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ മറ്റൊരു ആവർത്തനം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇനി അമിത്ഷായോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ മറുപടി പറയേണ്ട ഒരു ഘട്ടം വന്നാൽ മറുപടി പറയാൻ പോകുന്നതും ജവഹർലാൽ നെഹ്റുവിന് തുമ്മലുണ്ടാക്കുന്ന രീതിയിൽ സ്വൈര്യക്കേട് കൊടുക്കാനേ നോക്കുകയുള്ളൂ. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ല. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ ആണി തറച്ച ലാത്തി കൊണ്ട് അടിച്ചതിന് ഉത്തരവാദിത്തമാർക്കാ? കേന്ദ്ര ആഭ്യന്തര വകുപ്പിനാണ്, ആഭ്യന്തര മന്ത്രാലയത്തിനാണ്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതും AK-47 ഉപയോഗിച്ചതും ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ചുമ്മാ വീട്ടിൽ നിന്ന് രാവിലെ യൂണിഫോം ഇട്ട് ഇറങ്ങി വരുമ്പോൾ ഇഷ്ടമുള്ള തോക്കും ആയുധം എടുത്തിട്ട് വന്ന ആളുകളെ ആക്രമിക്കുകയല്ലോ. കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കയ്യിൽ ഈ ആയുധങ്ങൾ എത്തുന്നതും അവരത് ഉപയോഗിക്കുന്നതും. ഇനി ആയുധം ഉപയോഗിച്ചത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ സ്വന്തം താല്പര്യപ്രകാരമാണെങ്കിൽ ആയുധം ഉപയോഗിച്ചപ്പോൾ പരിക്കേറ്റ കുട്ടികൾക്ക് ചികിത്സ നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? ആരോഗ്യ പ്രവർത്തകരെ പോലും അങ്ങോട്ട് എത്തിക്കാതെ, ആശുപത്രി സൗകര്യങ്ങൾ കൊടുക്കാതെ ചികിത്സ നിഷേധിച്ചത് എന്തായാലും സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിരിക്കുമല്ലോ. ഭക്ഷണം വിതരണം ചെയ്യുന്ന ഏജൻസികളോട് അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ഹോട്ടൽ ഉടമകളെ അതിന്റെ പേരിൽ അവരെ തേജോവധം ചെയ്യാൻ നോക്കുകയും അവരെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയൊക്കെ ചെയ്യുന്നത്, ഇന്റർനെറ്റ് നിരോധിക്കുന്നത്, ഇതെല്ലാം സർക്കാരിന്റെ തീരുമാനമായിരുന്നല്ലോ. അപ്പോൾ ലാത്തി ഉപയോഗിച്ചതും ആയുധം ഉപയോഗിച്ചതും മാത്രം സർക്കാരിന്റെ ഉത്തരവാദിത്തം അല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ഇപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നു, വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ട് ആ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സാഹചര്യം കൂടി ചർച്ച ചെയ്യപ്പെടണമല്ലോ. ഈ കുട്ടികളെ അന്യായമായി ആക്രമിച്ച, അനീതി നടത്തിയ ആളുകൾക്കെതിരെ നടപടി വേണ്ടേ? അപ്പോൾ ആ വാക്കുകൾ പാലിക്കുന്നില്ല. ഇപ്പോൾ ഐഷി ഘോഷിനെതിരായിട്ടുള്ള നടപടിക്രമം, ഞാൻ പറയുന്ന ഈ രാജ്യത്ത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നതിൻ്റെ രീതി
ജനാധിപത്യ രാജ്യത്തിന് ചേരുന്ന രീതിയിലല്ല അത് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം പല കാര്യത്തിലും CPM-നോടുണ്ട്. പക്ഷേ CPM-ന്റെ ഓഫീസ് എന്നല്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്കും ആ രീതിയിലല്ല ചെല്ലേണ്ടത്. യൂണിഫോം ഇല്ല, നെയിം ടാഗ് ഇല്ല, യാതൊരുവിധ ഔദ്യോഗിക വാഹനങ്ങളിലോ ഒന്നുമില്ല. ആരൊക്കെയോ വന്ന് ആരെയൊക്കെയോ അറസ്റ്റ് ചെയ്യുന്ന പരിപാടിയായിട്ട് പോവുകയാണ്. അതും 5 വർഷം മുമ്പുള്ള ഒരു കേസിന്റെ പേരിൽ പകയിൽ പടച്ചെടുത്ത കേസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഐഷി ഘോഷ് ഒരു ദേശദ്രോഹിയോ തീവ്രവാദിയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാജ്യദ്രോഹം ചെയ്യുന്ന ആളൊന്നുമല്ല. ഈ രാജ്യത്തിന്റെ തെരുവിൽ വിദ്യാർത്ഥികളോടൊപ്പം സമരം ചെയ്ത ഒരു വിദ്യാർത്ഥി നേതാവാണ്. അപ്പോൾ അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ച് പ്രത്യേക താല്പര്യത്തോടെ ചെല്ലുന്നുണ്ടെങ്കിൽ അത് അവരോടുള്ള പകയുടെ പുറത്ത് തന്നെ ചെന്ന കേസാണ്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടേത് ഉൾപ്പെടെ ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ പെടുന്ന വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ ഫോൺ രേഖകളിൽ അത് ടാപ്പ് ചെയ്യുന്നുണ്ട്, പരിശോധിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ നിരീക്ഷണത്തിലാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആളുകളുടെ സ്വകാര്യത പോലും ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട്, അതുപോലും ഇവർ ഒളിഞ്ഞു നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ കേവലമായ ബില്ലിന്റെ ചർച്ച മാത്രമല്ല. ഇനി രണ്ടാമത്തത്, സഭാരേഖകളിൽ നിന്ന് ജോൺ ബ്രിട്ടാസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളുടെ ഭാഗവും നീക്കം ചെയ്തതുകൊണ്ട് രാജ്യത്തെ മനുഷ്യരുടെ ഓർമ്മയിൽ നിന്ന് അത് നീക്കം ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഓർമ്മകളിൽ നിന്ന് അത് നീക്കം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ആളുകളൊക്കെ തെരുവിലിറങ്ങുമ്പോൾ ഇവർക്ക് ഭയമുണ്ടായേനെ. അപ്പൊ ഭയമില്ലാതെ ആളുകൾ തെരുവിലിറങ്ങി ഇപ്പോഴും പോരാടുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും അതിക്രമം ഏറ്റിട്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ ആളുകൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ സഭാരേഖകളിൽ നിന്ന് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. മനുഷ്യരുടെ മനസ്സിൽ നിന്ന് ഈ പറഞ്ഞ ഒരു വിഷയവും മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം BJP ഓർത്തെടുക്കേണ്ടതാണ്. ഓക്കെ, ശ്രീ AK അനുരാജ, ദില്ലി പോലീസ് AI പവേർഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം ഈ ജന്തർ മന്തർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിലേക്ക് അഡ്വക്കേറ്റ് A റഹീം അടക്കമുള്ളവർ പോയിരിക്കുന്നത്. അതിലെ ഈ പറയുന്ന സ്വകാര്യതാ ലംഘനം ചോദ്യം ചെയ്തുകൊണ്ടാണ്. എന്തൊക്കെ അധികാര ദുർവിനിയോഗങ്ങളാണ് ദില്ലി പോലീസ് കാണിച്ചിരിക്കുന്നത്? അല്ല, ദില്ലി പോലീസ് എന്നുള്ളതല്ല, പോലീസ് എവിടെയും പോലീസിൻ്റെതായ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുക. അതിനകത്ത് എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. പക്ഷേ ദില്ലിയിൽ നമുക്കറിയാം അവിടെയുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സംഘർഷമുണ്ടായി, അവിടെ സമരമുണ്ടായി, സമരത്തെ തുടർന്ന് സംഘർഷങ്ങളുണ്ടായി. സംഘർഷത്തിൻ്റെ ഇതിപ്പം പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്ന സംഘർഷമായിട്ടല്ല, അതായത് സമരക്കാരെ അകാരണമായിട്ട് പോലീസ് ആക്രമിച്ചു എന്നൊക്കെയാണ്. പക്ഷേ പോലീസിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതിൽ തന്നെ ഇത് വ്യക്തമാണല്ലോ. അതുപോലെ തന്നെ എത്രയോ ദൃശ്യങ്ങൾ നമ്മൾ സമരക്കാരെ തന്നെ പ്രകോപിതരാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അതുപോലെ നീതിന്യായ സംവിധാനത്തെ, അതുപോലെ നിയമപാലന സംവിധാനത്തെ അതിനൊന്നും പ്രത്യേക സാഹചര്യത്തിൽ അതിൽ ഒരു പുതിയ മാറ്റം ഉണ്ടായതുപോലൊന്നും അവതരിപ്പിക്കേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്തായാലും പക്ഷേ ഡൽഹിയിലായതുകൊണ്ട് കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു. അതുപോലെ തന്നെ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. പ്രതിപക്ഷ കക്ഷികൾ, ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ സഖ്യത്തിലെ വിവിധ കക്ഷികൾക്ക് അവരെത്രയോ കാലമായിട്ട് മുന്നണിയൊക്കെ ആയിട്ട് രൂപീകൃതമായിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് അവർക്കൊന്ന് ഒരുമിച്ച് സംഘടിച്ച് നിൽക്കാൻ സാധിക്കുന്നത്. അത് തന്നെ ഈ CJPയുടെ തണലിലാണ് നിന്നത്. അപ്പോൾ ഈ CJP ഉയർത്തുന്നതിനേക്കാളും ശക്തമായിട്ടുള്ള വാദങ്ങളുമായിട്ട് ഇപ്പോൾ ഇത്തരം രാഷ്ട്രീയ കക്ഷികൾ അതിൻ്റെ നേതാക്കന്മാരും വരികയാണ്. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഘട്ടത്തിൽ CJP തന്നെ ഈ അക്രമ സംഭവങ്ങളിൽ ഇതിൽ കേസെടുക്കരുതെന്നോ അല്ലെങ്കിൽ ഇതുമായി നടപടികളുമായിട്ട് മുന്നോട്ട് പോകരുതെന്നോ ആവശ്യം അവർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇടതുപക്ഷമൊക്കെ പറഞ്ഞിരുന്നത് അവർ മുന്നോട്ട് വെക്കാത്തൊരു ആവശ്യം ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്നായിരുന്നു. ഇപ്പൊ അവരെ കൂടെ ആ തരത്തിൽ ആവേശം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ വളരെ സംഘടിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഉപകരണമായിട്ട്, ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന വെറും രാഷ്ട്രീയ ആരോപണങ്ങളാണ്. അതായത് പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിനെതിരെ ഉയർത്തുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതുള്ളത്. മറ്റ് പോലീസ് നടപടികളൊക്കെ പോലീസ് സ്വാഭാവികമായിട്ടും ചെയ്യും. അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദില്ലി പോലീസ് അതായത് ഇപ്പൊ ഈ AI പവേർഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം ഉപയോഗിക്കണമെങ്കിൽ ദില്ലി പോലീസിന് അവിടെ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് സാധനം എടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് അവിടെ ഉപയോഗിക്കാമെന്ന മുൻധാരണയും അതിനുള്ള തയ്യാറെടുപ്പും വേണ്ടി വന്നാൽ ഉപയോഗിക്കണമെന്ന നിർദ്ദേശവും അവർക്കുണ്ടായിരുന്നു. ഈ സംവിധാനം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പട്നയിൽ AK-47 തോക്ക് ഉപയോഗിച്ചു. ഒരു ജനകീയ സമരം ഉണ്ടാകുന്ന സമയത്ത് രാജ്യത്തെ പൗരന്മാർ പ്രതിഷേധം നടത്തുന്ന ഇടത്ത് പോലീസിന് AK-47 കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമില്ലാതെ അവർക്ക് അവിടെ ഉപയോഗിക്കാൻ അധികാരമില്ല. ഇങ്ങനെ എന്തിനും തയ്യാറായി, ഭീകരരെ നേരിടാൻ വരുന്ന സൈന്യത്തെ പോലെ തയ്യാറായി ജനങ്ങളെ നേരിടാൻ വന്ന ചിത്രമാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങ് പറഞ്ഞതുപോലെ പോലീസിങ്ങിന്റെ പ്രശ്നമെന്ന് പറയാൻ കഴിയില്ല. തയ്യാറെടുപ്പുണ്ടാകുന്നത് കൃത്യമായി മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. ആ തയ്യാറെടുപ്പിന് കാരണമാകുന്നത് കൃത്യമായ രാഷ്ട്രീയ വേട്ട ഉണ്ടാകും എന്ന മുൻധാരണ കൊണ്ടാണ് എന്ന് വിമർശിക്കേണ്ടി വരും.
അല്ല, പോലീസ് നടപടികൾ പോലീസിന് മേത്തട്ടിൽ നിന്നുള്ള നിയന്ത്രണം ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മേത്തട്ടിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആവുകയും ചെയ്യാം. പക്ഷേ അതൊക്കെ മറ്റേതോ കേന്ദ്രങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നൊക്കെ പറയുന്നതിന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസ് സംവിധാനത്തിൽ എന്തെങ്കിലും ഇനി പരാതി ഉണ്ട് എന്നാണെങ്കിൽ പരാതി ഉണ്ട് എന്നാണെങ്കിൽ. അല്ല, അതൊക്കെ നമുക്ക് ഏകപക്ഷീയമായിട്ടൊരു ആരോപണം ഉന്നയിക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ദില്ലി പോലീസ് ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം മോശമാണ്, രാഷ്ട്രീയമാണ് എന്ന് പറയുന്നതിന് തെളിവ് ചോദിച്ചുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ദില്ലി പോലീസ് ഉള്ളത്. അപ്പോൾ ദില്ലി പോലീസ് അവിടെ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, അവിടെ കൂടുതൽ പോലീസുകാരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അമിതാധികാര പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ, അനുവദിക്കത്തക്കതല്ലാത്ത ആയുധങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന AI ടൂളുകൾ അടക്കം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അത് കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് എങ്കിൽ ഇതിപ്പോ സഭാരേഖയല്ലല്ലോ, നീക്കം ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. അത് മുകൾ തട്ടിൽ നിന്ന് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കണം എന്ന് പറയാതിരിക്കാൻ എന്താണ് ഇവിടെ പേടിക്കേണ്ടത്? അല്ല, അത് ഈ പോലീസ് സംവിധാനത്തിൽ ഇപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ പോലീസിന് അനുവദനീയമായിട്ടുള്ള സംവിധാനങ്ങളുണ്ടോ അതൊക്കെ പോലീസിന് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലാത്തത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തിൽ ഇപ്പൊ നേരത്തെ ഇപ്പൊ മാധുവിന്റെ ചോദ്യത്തിൽ തന്നെ ഇപ്പൊ AK-47 തോക്കിന്റെ കാര്യമൊക്കെ ചോദിച്ചു. പോലീസ് തോക്ക് ഉപയോഗിച്ചിട്ടില്ലേ? എത്ര കാലമായിട്ട് പോലീസ് തോക്ക് ഉപയോഗിക്കുന്നു? കേരളത്തിൽ തന്നെ വെടിവെപ്പ് ഉണ്ടായിട്ടില്ലേ? പോലീസ് വെടിവെപ്പിൽ എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്? അതൊക്കെ 960 മുതൽ തന്നെ സംഭവിച്ചിട്ടില്ലേ? മാനദണ്ഡങ്ങളുണ്ട്. അത് ആദ്യം ഈ പറയുന്ന പോലെ പിരിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകണം, അതിനുശേഷം ലാത്തിചാർജ് നടത്തണം, അല്ലെങ്കിൽ അതിനു മുൻപ് ജലപീരങ്കി ഉപയോഗിക്കാം, ടിയർ ഗ്യാസ് ഉപയോഗിക്കാം, വെടിവെക്കണമെങ്കിൽ മുട്ടിനു താഴെ വെടിവെക്കാം. AK-47 കൊണ്ടുപോയി ജനങ്ങൾക്ക് നേരെ ഉപയോഗിക്കാൻ കഴിയില്ല. അതൊരു മിലിറ്ററി ഗ്രേഡ് വെപ്പണാണ്, പറ്റില്ല. അല്ല, അത് സംഭവിച്ചത് ഇപ്പൊ നമ്മൾ പറയുന്ന ബീഹാറിലെ സംഭവമാണല്ലോ. അത് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തല്ലോ. ഡൽഹിയിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞു. ഈ നടന്ന രാജ്യത്താകമാനമുള്ള ഈ സംഭവ പരമ്പരകളെ വെച്ചുകൊണ്ട് ഊതി വീർപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഊതി വീർപ്പിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിന് മറുഭാഗത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഇതിലൊരു മാധ്യമങ്ങൾ ഒരു വിഭാഗം മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും സംഘടിച്ചുകൊണ്ട് ഒരു ഭാഗം മാത്രം ഉയർത്തി കാണിക്കുകയാണ്. ബീഹാർ പോലീസിലെ ഒരു കോൺസ്റ്റബിളിന് AK-47 എവിടെ നിന്ന് കിട്ടും? അത് അന്വേഷിക്കേണ്ടതാണെന്നാണല്ലോ ഞാൻ പറയുന്നത്. ഞാൻ അതിനെ ന്യായീകരിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ പറയുന്നത് നിയമവിരുദ്ധമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്, പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ എന്താ അങ്ങ് പൂർണ്ണമായിട്ട് അതുകൊണ്ട് അംഗീകരിച്ചു തരാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ അതിനാളല്ല. ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തി നിയമ സംവിധാനത്തിലൂടെ കൊണ്ടുവരേണ്ടതാണ്. വിമുഖതയല്ല, വസ്തുതാപരമാണെന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ദേശവിരുദ്ധ ശക്തികളുമായി ആയുധക്കടത്തുമായി ബന്ധമുണ്ടാകണം, അല്ലെങ്കിൽ പോലീസിന് ഈ പറയുന്ന ഇവിടെ കൊണ്ടുവരാൻ കഴിയാത്ത ആയുധങ്ങൾ വേണമെങ്കിലും കൊണ്ടുപോയിക്കൊള്ളൂ എന്ന കൃത്യമായ ഉത്തരവുണ്ടാകണം. അല്ലെന്നേ, നീ പറയുന്ന ചിത്രം അല്ലാതെ നൽകുന്ന ചിത്രം നൽകുന്ന എത്രയോ മാധ്യമങ്ങളുണ്ട്. അപ്പൊ ഒരു വിഭാഗം മാധ്യമങ്ങൾ അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രൊപ്പഗാൻഡയാണിത്. ആ പ്രൊപ്പഗാൻഡയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. പക്ഷെ ആർക്കാണ് പരിശോധിക്കാൻ സാധിക്കുക? എവിടെയായാലും ഇപ്പം നമ്മൾ കേരളത്തിലെ സാഹചര്യം നോക്കുക. കേരളത്തിൽ പോലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായി. എങ്ങനെയാണ്? അത് പോലീസ് സംവിധാനത്തിലൂടെ അന്വേഷണം പോയിട്ടാണ്. എത്രയോ കാലമായിട്ട് ആ ആരോപണം എയറിലുണ്ട്, പക്ഷെ അതിലൊരു നടപടി ഉണ്ടായില്ല. ഇപ്പോഴൊരു നടപടിയിലേക്ക് പോയി എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവങ്ങളിലെല്ലാം അന്വേഷണം നടക്കട്ടെ. ഇത് സമരം കഴിഞ്ഞിട്ട് 2-3 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്കറിയാലോ, പോലീസ് അന്വേഷണം അത്തരം നടപടിക്രമങ്ങളൊക്കെ അതിന്റെ സമയം എടുക്കാറുണ്ട്. നമ്മൾ എന്തിനാണ് ഈ വേണ്ടാത്ത ധൃതി കാണിച്ച് വേണ്ടാത്ത ഒരു മുൻവിധിയിലൂടെ കാര്യങ്ങളെ കാണുന്നത്? എന്തിനാണ്? ജനങ്ങൾക്ക് നേരെ ഉപയോഗിക്കാൻ കഴിയാത്ത ആയുധം കൈവശം വെക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത പോലീസുകാരെതിരെ യാതൊരു വകുപ്പുമില്ല. ഒരു സസ്പെൻഷൻ, കുറച്ചു ദിവസം വീട്ടിലിരുന്ന് വിശ്രമിക്കൂ, പകുതി ശമ്പളം തരാം. എന്നെ കൂടെ പറയാൻ സമ്മതിക്കൂ. ഡൽഹിയിൽ ജന്തർ മന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്ര വലിയൊരു പ്രക്ഷോഭമൊന്നും അല്ല നടന്നത്. ജനപ്രാതിനിധ്യമൊന്നും അത്ര കൂടുതൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ അതിന് അങ്ങേയറ്റം പരിഗണന നൽകി. വിദ്യാർത്ഥികളും യുവാക്കളുമാണ് സമരത്തിൽ എന്ന് മനസ്സിലാക്കി അതിന് അങ്ങേയറ്റത്തെ പരിഗണന നൽകുകയും അവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയും തെറ്റേറ്റു പറയുകയും അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം ഈ സംഘർഷമുണ്ടായി. സംഘർഷം എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ല. സംഘർഷം എന്താണ്? രണ്ട് വിപരീത ആശയങ്ങളുള്ളവർ മുഖാമുഖം ഉണ്ടാകുന്ന പ്രശ്നമാണ്. ആ രീതിയിൽ സമരക്കാരും പോലീസുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. അതായത് നേരത്തെ പറഞ്ഞത്, രണ്ട് ഭാഗത്തും പരിക്കുണ്ടായിട്ടുണ്ട്.
അപ്പൊ അത്തരത്തിലുള്ള കേസുകളുണ്ട്. ആ കേസുകളിൽ ഞാനിപ്പോഴും പറയുന്ന ആ പോലീസിംഗ് സംവിധാനത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതുപോലെ തന്നെ സമരക്കാർ ആക്രമിക്കാതെ പോലീസിന് പരിക്കുണ്ടാവില്ലല്ലോ. പോലീസുകാർ ആരെയും ആക്രമിക്കപ്പെടാവുന്നവരാണ് പോലീസുകാർ. അവരും ഇന്ത്യക്കാർ തന്നെയാണല്ലോ, അവരും ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞത് പ്രക്ഷോഭം ഉണ്ടായി എന്ന് വിചാരിച്ച ഈ തരത്തിൽ അമിതാധികാര പ്രയോഗം ഉണ്ടാകാൻ പാടില്ല എന്ന് സുപ്രീം കോടതി അടക്കം പറഞ്ഞത് തന്നെ കാണേണ്ടതാണ്. ശരി, ഈ എത്രത്തോളം എജിറ്റേറ്റഡ് ആയിട്ടുള്ള ക്രൗഡ് ആണെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ കൂടി പരിശീലനം കിട്ടുന്ന സംവിധാനത്തിലാണ് പോലീസ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ സമരക്കാർ കല്ലെടുത്തറിഞ്ഞാൽ തലതല്ലി പൊട്ടിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന അഴിച്ചുവിട്ടൊരു സേനയെ അല്ല പോലീസ് എന്ന് വിളിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലോ. അതിപ്പോ 2 ദിവസമായിട്ട് ഡൽഹിയിലും പറ്റേലും മാത്രമല്ലല്ലോ, എല്ലാ കാലത്തും പോലീസ് അങ്ങനെ തന്നെയാണല്ലോ. സമരക്കാർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും മിണ്ടാതിരിക്കുന്നുണ്ടോ? ജലപീരങ്കിയുടെ ശക്തി കൂടിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവിടുത്തെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊരു ശക്തിയിലാണ് കുട്ടികൾക്കെതിരെ ജലപീരങ്കി പ്രയോഗിക്കുന്നത് ഞാൻ വാർത്ത വായിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതേ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ആ ധാർമ്മികത ഉള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ ധാർമ്മികത ഉള്ളതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ശരി, ശ്രീ ദാമോദർ പ്രസാദ്, പരിഗണന എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ രണ്ടുപേരുടെയും പ്രവർത്തകരെ പോലീസ് വെടിവെച്ചെന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നേ നിങ്ങൾ അതിനെ വിമർശിക്കാറില്ലേ? കേരളത്തിൽ ഈ പറയുന്ന കേരളത്തിൽ അങ്ങ് പറഞ്ഞ വെടിവെപ്പടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതിനെ ആരെങ്കിലും ന്യായീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ന്യായീകരിച്ചിട്ടുണ്ടോ? വിമർശിക്കുന്നത് എപ്പോഴാണ്? വിമർശിക്കുന്നത് എപ്പോഴാണ്? പതിറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ന്യായീകരിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ ഇവിടെ മുദ്രാവാക്യമായിട്ട് കേൾക്കുന്ന എന്താ? ഞാൻ പറയാം, ഇവിടെ നമ്മൾ മുദ്രാവാക്യങ്ങളായിട്ട് കേൾക്കുന്ന എത്രയോ രക്തസാക്ഷികളുണ്ട്. പോലീസ് വെടിവെപ്പിൽ മരിച്ച രക്തസാക്ഷികൾ. അത്തരം സംഭവങ്ങളിൽ അത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് ആരാണ് കുറ്റവാളി, ആരാണ് വെടിവെച്ചത്, പോലീസാണ് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ നമുക്ക് പറയാം അത് പോലീസാണ് എന്ന്, പോലീസിന്റെ വശത്തുനിന്ന് തെറ്റുണ്ടായി എന്ന്. പക്ഷേ അതേസമയം ഈ സാഹചര്യം എന്ന് പറയുന്നത് സംഭവം നടക്കുകയും ആ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ്. ഈ അവസരത്തിൽ പോലീസിനെ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തുള്ളത് ആരാണ്? പ്രതിപക്ഷ കക്ഷികളും ഒരു വിഭാഗം മാധ്യമങ്ങളുമാണ്. പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും അന്ധമായിട്ട് ഒട്ടും നിഷ്പക്ഷതയില്ലാതെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുമാണ്. അത്തരം പാർട്ടികളും അതുപോലെ അത്തരത്തിലുള്ള മാധ്യമങ്ങളും മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ അതാണ് ശരി എന്ന് ഏറ്റു പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഉണ്ടായ ഗോദി മീഡിയ എന്ന് പറഞ്ഞ മടിയിലെടുത്തിൽ ആളിക്കുന്ന മീഡിയ പറയുന്ന നെറേറ്റീവ് മാത്രം കേട്ടാൽ മതി, അതിൽ യാതൊരു എതിർപ്പും ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. പാലൂട്ടി വളർത്തിയ വലിയ പരിവാര സംഘങ്ങളുണ്ടല്ലോ, അവരൊക്കെ പറയുന്ന നെറേറ്റീവ് മാത്രം വിശ്വസിച്ചാൽ മതി. പക്ഷെ അത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട്. ഇപ്പോഴും ഐസിയുവിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. പെല്ലറ്റ് തറച്ചു കയറിയ വിദ്യാർത്ഥികളുമായി വാർത്താ സമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധിയുണ്ട്. ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഒരു യുവാവുണ്ട്. ഇങ്ങനെ പലരുണ്ട് സാർ, ഇങ്ങനെ പലരുണ്ട്. അപ്പോ ഈ പറയുന്ന ഗോദി മീഡിയയുടെ നെറേറ്റീവ് മാത്രം തർക്കങ്ങളില്ലാതെ കേട്ടാൽ മതി. ഈ പറയുന്ന തലപൊട്ടി വഴിയിൽ കിടന്ന വിദ്യാർത്ഥികളെ കാണണ്ട, കേൾക്കണ്ട. പോലീസിനെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി. കയറടിച്ച് പോലീസിനെ വിടാനാണെങ്കിൽ എന്തിനാണ് സാർ അധികാരം? കയറടിച്ച് പോലീസിനെ വിടാനാണെങ്കിൽ എന്തിനാണ് അധികാരം? പണിയറിയില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരി, ഈ സമരത്തോട് കാണിക്കുന്ന പരിഗണന എന്ന് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ വേദന തോന്നുകയാണ്. വിദ്യാർത്ഥികളെ ലാത്തിക്കൊണ്ട്, മുള്ളുവെച്ച ലാത്തിക്കൊണ്ട്, വിദ്യാർത്ഥികളെ തോക്കുകൊണ്ട്, AK-47 കൊണ്ട് നേരിട്ട ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പോലീസാണ് പരിഗണന കൊടുത്തത്. അവരുടെ പരിഗണന ഇല്ലായിരുന്നെങ്കിൽ ഈ സമരം പൊളിഞ്ഞു പോയേനെ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. ശ്രീ ദാമോദർ പ്രസാദ്. മധു പറഞ്ഞ എനിക്ക് ആദ്യത്തെ സെൻറ്റൻസിനെ കേട്ടില്ല, അവസാനം കേട്ടുള്ളൂ. അദ്ദേഹം സംസാരിക്കുന്നതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. അല്ല, കേന്ദ്ര സർക്കാരിന്റെ പരിഗണന കാരണമാണ് ഈ സമരം വിജയിച്ചത് എന്ന് പറഞ്ഞു കേട്ടപ്പോഴാണ് പറഞ്ഞത്. ഈ സമരത്തിന് വേണ്ടി സ്വന്തം ആരോഗ്യവും സ്വന്തം ജീവനും റിസ്കിലാക്കിക്കൊണ്ട് അവിടെ വന്ന വിദ്യാർത്ഥികളുടെ ഈ പറയുന്ന ത്യാഗത്തെ ഒന്നും കാണാതെ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതെ, നമുക്ക് കേന്ദ്ര സർക്കാർ കീഴടങ്ങിയത് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ആലോചിക്കാം, റീക്യാപ്പ് ചെയ്യാലോ. നമ്മൾ കണ്ടത് ഒരു പത്രസമ്മേളനമാണ് കണ്ടത്. അതിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് ഡോക്ടർ ജിതേന്ദ്ര സിംഗും അതുപോലെ JP നഡ്ഡയും പിന്നെ നമ്മൾ കണ്ടത് സൗരവ് ദാസും CJPയുടെ മറ്റ് പ്രതിനിധിയും കൂടി ചേർന്നാണ് പത്രസമ്മേളനം നടത്തിയത്. ആ പത്രസമ്മേളനം നമുക്ക് വളരെ വ്യക്തമായി എല്ലാവരും കണ്ട, ലോകം മുഴുവൻ കണ്ടതാണ്. നമ്മളെ ഈ ഇരിക്കുന്ന ഈ പാനൽ എല്ലാവരും കണ്ടതാണ്. ആ ഇതിൽ വെച്ചിട്ട് ആദ്യ സമ്മേളനത്തിൽ സംസാരിച്ചത് സൗരവ് ദാസാണ് സംസാരിച്ചത്. അവർ സംസാരിച്ചതിൽ അവർ പറഞ്ഞ കാര്യം എന്താണ്, സർക്കാരുമായി മൂന്നാം വട്ട ചർച്ച നടത്തി എടുത്ത തീരുമാനങ്ങൾ. ആ തീരുമാനം ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രധാൻ രാജിവെക്കും. രണ്ടാമത്തെ കാര്യം, ഇവർക്കെതിരെയുള്ള കേസുകൾ എടുക്കില്ല, മുന്നോട്ട് പോകില്ല. 3 കോമ്പൻസേഷൻ കൊടുക്കും. ഇതിൽ ആദ്യത്തെ കാര്യം തീരുമാനമായി നമുക്കറിയാം,
മറ്റേ രണ്ടാമത്തെ കാര്യത്തിലാണ് ഈ മൂന്നാമത്തെ കാര്യം കോമ്പൻസേഷൻ സംബന്ധിച്ച് ഒരു പക്ഷേ തീരുമാനം എടുത്തേക്കാം. അതിൻ്റെ അകത്ത് 1 കോടി അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കുക. രണ്ടാമത്തെ കാര്യം സർക്കാർ വാക്ക് ഓണർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആ വാക്ക് ഓണർ ചെയ്യാനാൽ അവർ CJP സമരം നടത്തിയ സമരത്തിൻ്റെ മുമ്പിൽ സമരത്തോട് അവർ അടിയറവ് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ സമരത്തിൻ്റെ അവർ തീരുമാനം അംഗീകരിച്ച സമയത്ത് വളരെ വ്യക്തമായി പറയുന്ന കാര്യമുണ്ട്. അതൊരു സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്നത് CJPക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് മുമ്പാകെ ഇന്ത്യൻ സമൂഹത്തിന് മുമ്പാകെ എന്ന് പറയുന്ന കാര്യമാണ്. അത് സർക്കാരുമായി ബന്ധപ്പെട്ട ട്രസ്റ്റ് ഉണ്ടല്ലോ, സർക്കാർ നൽകുന്ന വാക്കുകൾ നമ്മൾ ജനങ്ങൾ വിശ്വസിക്കുന്ന ആ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിലൂടെ കൃത്യമായിട്ട് പറയേണ്ട ഒരു കേസ് അന്വേഷിക്കില്ല. പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ട കാര്യം എന്ന് പറയുന്നത് കേസ് അന്വേഷണം മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് വളരെ കൃത്യമായിട്ട് CJPയുടെ ഒരു ലീഡർഷിപ്പിൽപ്പെട്ട ഒരാൾ പറയുന്ന കാര്യം, വസുധാവരണ്ട് പറഞ്ഞ കാര്യം, അത് രാഹുൽ ഗാന്ധി സമ്മേളനത്തിന് ഈ കാര്യം സൂചിപ്പിച്ചായിട്ട് മനസ്സിലാക്കുന്നു. ക്രിമിനൽ കേസ് ആരെ പുറത്ത്, അതായത് ക്രൈം നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അന്വേഷണമാവാം ക്രൈം. പക്ഷേ അതിൻ്റെ പേരിൽ ഐഷി ഘോഷിനെ SFI നേതാവാണ്, അവർ JNUവിലാണെന്ന പേരിൽ അവരൊരു പാർട്ടി ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് എന്ത് ന്യായീകരണം ഉണ്ട് അതിൻ്റെ അകത്ത്? അതേപോലെ തന്നെ CJPയിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് എതിരെ കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും അപകടകരമായ സ്ഥിതി ഉണ്ടാക്കും. ഇതാണ് CJP ഉയർത്തുന്ന ഒരു വാദം. ആ ഉയർത്തുന്ന വാദം എന്ന് പറയുന്നത് കോടതി ഉത്തരവിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് അന്വേഷണം ആകാം, പക്ഷേ അറസ്റ്റ് ചെയ്യുന്ന അറിയിക്കണം. പക്ഷേ കേസ് അന്വേഷണം ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കേസ് അന്വേഷണം അവരെ പല നിയമങ്ങളുടെയും ഭാഗമായിട്ട് നടത്താൻ പറ്റും. CRPCയുടെ ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പണ്ട് പുതുക്കുന്ന സമയത്ത് ലോക്സഭയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഉന്നയിക്കപ്പെട്ട കാര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് AI ബേസ്ഡ് ടെക്നോളജി കൊണ്ടുവരാൻ പോവാണ്. AI ബേസ്ഡ് ടെക്നോളജി വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കാൻ, ഫേഷ്യൽ റെക്കഗ്നിഷൻ പോലെ ടെക്നോളജി, അത് അന്ന് ഒരുപാട് പേര് വിമർശിച്ചത്, പക്ഷേ അന്ന് വേണ്ട പോലെ ടേക്കപ്പ് ചെയ്യപ്പെടാത്ത വിഷയമാണ്. CRPC പരിഷ്കരിച്ച സമയത്ത് ഈ ഗൗരവമായ വിഷയം ഇന്ത്യയിൽ പല നിയമജ്ഞരും ചർച്ച ചെയ്തിരുന്നു. കാര്യം AI ടെക്നോളജി ഇതിൻ്റെ അകത്ത് വരികയും ഫേഷ്യൽ റെക്കഗ്നിഷൻ വരികയും ഡാറ്റാബേസ് അനുസരിച്ച് ക്രിമിനൽ സാധനങ്ങൾ വരുന്ന ഒരു അപകടകരമായ സ്ഥിതി ഉണ്ടാക്കും എന്ന് പലപ്പോഴും പല ഘട്ടങ്ങളിലും ഉന്നയിക്കപ്പെട്ടു. എന്തായാലും ഇന്ന് ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി, പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ മാധവ് ചോദിച്ചാണ്, ഇതുപോലെ ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജിയും ഈ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ പോലീസിന് സാധിക്കില്ല. ഡൽഹി പോസ്റ്റിലെ ഒറ്റ ഉദ്യോഗസ്ഥന്, കാരണം മോഡി സർക്കാർ എടുക്കുന്ന തീരുമാനം എങ്ങനെയാണ് ഡൽഹിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറികടക്കുക? ഡൽഹിയിൽ ഉന്നത ഉദ്യോഗസ്ഥനെ മറികടക്കാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാൾ മുകളിലുള്ള ഒരാൾ ഉത്തരവ് കൊടുക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്ന കാര്യമാണ്, ഒരു സർക്കാർ ഉത്തരവിട്ടാൽ, കേരളത്തിലെ സതീശ് സർക്കാർ ഉത്തരവിട്ടാൽ പിന്നെ DGP 2 ദിവസം പോയിട്ട് കേസ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ എൻ്റെ അകത്ത്. ഒന്ന്, സർക്കാർ നിസ്സഹായരാണ്, സർക്കാരിനെ കൊണ്ട് കഴിവില്ല. 2, അല്ലെങ്കിൽ സർക്കാർ അറിഞ്ഞിട്ട്. ഈ 2 സാധ്യതകൾ എൻ്റെ അകത്തുള്ളൂ. അപ്പോൾ കേന്ദ്ര സർക്കാർ പരസ്യമായി കൊടുത്ത ഉറപ്പുണ്ടായിട്ടും കേസ് അന്വേഷണ പോലീസ് ത്വരിതഗതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കേന്ദ്രത്തിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുന്ന അമിത്ഷായ്ക്ക് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഉത്തരവിട്ടിട്ടാണ്. ഈ 2 സാധ്യതകൾ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. കാര്യം ഒരു പോലീസ് സ്വയമായിട്ട് അന്വേഷണമില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പാണ് അവിടെ മറ്റൊരു തരത്തിലുള്ള സംവിധാനമല്ല. അപ്പോൾ അത് മറികടക്കുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശങ്കാജനകമാണ്. ആർക്കാണ് ആശങ്കാജനം? ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല, ഇന്ത്യയിൽ സമരം ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഈ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് യുവാക്കളും ചെറുപ്പക്കാരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവർ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടന, ഐഷി ഘോഷ് SFI നേതാവായിരിക്കാം. ഐഷി ഘോഷ് മാത്രമല്ല, വിവിധ രാഷ്ട്രീയ സംഘടനകൾ കക്ഷി രാഷ്ട്രീയ പെടാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഇവരുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ ആശങ്കയിലാണ്. മാത്രമല്ല BJP നേതാക്കളുടെ മക്കളും ഇതിൻ്റെ അകത്ത് പങ്കെടുത്തായിട്ട് വാർത്തയുണ്ട്. BJP മന്ത്രിമാരുടെ മക്കളും ഇതിൽ പങ്കെടുത്തായ വാർത്തയുണ്ട്. അപ്പോൾ ഒരു തലമുറ മുഴുവൻ അവരുടെ പ്രശ്നം ഉന്നയിച്ച് സമരം പങ്കെടുത്തുള്ളൂ. അതിനെ ബഹുമാനിക്കുകയും ആ തീരുമാനം അംഗീകരിക്കുകയും ചെയ്യുന്നത് നിർഭയമായി. നമ്മൾ ആലോചിക്കണം, ഇന്ത്യയിൽ ഇങ്ങനെ നിർഭയമായൊരു സമരം നടന്നിട്ടില്ല. നിർഭയത്തോടുകൂടി അവർ നടത്തിയ സമരത്തിൽ അവരുടെ തീരുമാനത്തെ അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഗുരുതരമായ വീഴ്ച മാത്രമല്ല, അതൊരു വാക്കിൻ്റെ പിൻവലിക്കലാണ്, അത് വിശ്വാസത തകർച്ചയാണ്. എന്തുകൊണ്ട് അങ്ങനെ എടുക്കുക വെച്ചാൽ, ഞാൻ വീണ്ടും പറയുന്നു, ഈ നിർഭയമായ സമരത്തെ, യുവാക്കളുടെ നിർഭയമായ സമരം രാഷ്ട്രീയ പാർട്ടികളുടെ പോലെയല്ല. കക്ഷി രാഷ്ട്രീയ പാർട്ടികളെ ബന്ധപ്പെട്ട് പാർലമെൻറ്റ് ചർച്ച പറയുന്നുണ്ട്. പക്ഷേ ഈ ഈ യുവാക്കളെ കൈകാര്യം ചെയ്തത് എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ സമരത്തിനെതിരെ ഇതുപോലെ തുടരന്വേഷണങ്ങളും ഇതുപോലെ വരികയാണെങ്കിൽ ഈ സമരം വീണ്ടും ശക്തമായി വരും. ഈ സമരം ശക്തമാകുമ്പോൾ ജനബാഹുല്യമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അത് നമ്മൾ ഈ പഴയ അണ്ണാസാരുടെ സമരമായിട്ട് താരതമ്യമുണ്ട്. കാര്യം അതിലൊക്കെ ഒരുപാട് മാനുഫാക്ചർഡ് എലമെൻറ്റ്സ് ഉണ്ട്. ഇതൊരു ഓർഗാനിക് സമരമാണ്. മറ്റേ അണ്ണാസാരുടെ സമരത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ അകത്ത് ചെറുപ്പക്കാർ പല സ്ഥലത്തും വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയാൽ ഇവരുടെ വീട്ടുകാരും പല ആൾക്കാരും ഉണ്ട്. ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആൾക്കാർ മാത്രമല്ല, ഒരുപക്ഷെ BJP അനുഭാവിയുള്ള ആൾക്കാർക്കും ഈ സമരത്തോട് അഭിമുഖ്യം കാണും. അങ്ങനെ വരുന്ന ആൾക്കാർ ഇന്ത്യയിൽ മുഴുവനുണ്ട്. ഈ കുട്ടികളെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ വീണ്ടും മാനസികമായിട്ട് ഇവിടെ സർക്കാരിനെതിരാവും. ഒരു കാര്യമുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, കേന്ദ്ര സർക്കാർ ഇലക്ഷൻ നേരിടാൻ പോവാണ്. ഇത് ജനാധിപത്യത്തിൽ എന്തൊക്കെ തന്നെ മാനിപ്പുലേഷൻ നടന്നാലും സർക്കാർ ഇലക്ഷൻ നേരിടാൻ പോവാണ്. ഇലക്ഷൻ നേരിടുന്ന സമയത്ത് നമുക്ക് എല്ലാ സർക്കാർക്കും അറിയാം, ജനങ്ങളുടെ അമർഷം അവിടെ ഉണ്ടെങ്കിൽ അതിന് എവിടെയും തിരിച്ചടി കിട്ടും. അതൊരു സംശയരഹിതമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്രയോ തവണ കാണും ചെയ്തു. ഒരു തരത്തിൽ അതിനെ മറികടക്കാൻ സാധിക്കും. എന്ത് SIR വിചാരിച്ചാലും, എന്ത് ഡീലിമിറ്റേഷൻ പറഞ്ഞാലും, എന്ത് ഇലക്ഷൻ തന്ത്രം ഉപയോഗിച്ചാലും നടക്കാൻ സാധനം. കാരണം അത്രമാത്രം അമർഷം ഇതിൻ്റെ അകത്ത് പ്രകടമായി. ഈ അമർഷം പ്രകടമായതിന് കാര്യം നമ്മളെല്ലാം ആലോചിക്കണം. കാര്യം നിർണായകമാണ്. കാര്യം എത്രയോ ലക്ഷം വരുന്ന കുട്ടികൾ
എന്താ പറയുക, ഉറക്കമൊഴിച്ച് ഭക്ഷണം കഴിക്കാതെ പഠിക്കുന്ന പരീക്ഷ അവരെ സംബന്ധിച്ചൊരു ജീവിതത്തിലെ അഭിന്യതി. അതായത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ BJP യുടെ തന്നെ ശക്തി കേന്ദ്രമാണ്. ആ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ഒപ്പീനിയൻ നടത്തുന്ന മിഡിൽ ക്ലാസ്സാണ്. അഭിപ്രായം പറയുകയും കാര്യം ഇടപെടുന്നത് ആ മിഡിൽ ക്ലാസ്സിനെയാണ് ബാധിച്ചത്. ആ മധ്യവർഗ സ്വഭാവമുള്ള ആൾക്കാരെ അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ശ്രമം നടത്തിയത്. പക്ഷേ മാത്രമല്ല അപകടം തിരിച്ചറിഞ്ഞാലും നേരത്തെ അപകടം തിരിച്ചറിയുമ്പോഴും ഈ BJP-യിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ടെന്ന് നമുക്ക് വ്യക്തം സാധിക്കുന്നുണ്ട്. BJP-യിൽ തന്നെ രണ്ട് അഭിപ്രായം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മനസ്സ് തന്നെ രണ്ടാണ്. ഇതിൻ്റെ അകത്ത് കാണുന്നത് BJP-യിൽ തന്നെ രണ്ട് അഭിപ്രായം കാണാം. കാര്യം നമുക്കറിയാം BJP-യുടെ മുതിർന്ന നേതാക്കൾ പല ആൾക്കാരും സമരത്തെ അനുകൂലിക്കും. അപ്പോൾ BJP-യിൽ തന്നെ കേന്ദ്രത്തിൽ തന്നെ കേന്ദ്രം ഭരിക്കുന്ന ഘടകകക്ഷിയിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഒരു അഭിപ്രായം ഈ സമരത്തിനനുസരിച്ച് മാറണം. എന്നാൽ അമിത്ഷാ പ്രദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം അങ്ങനെയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാര്യം അദ്ദേഹം കൂടി ശക്തിയായി അടിച്ചമർത്തുന്ന രീതിയിൽ ഒരു പ്രധാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു വേർതിരിവ് നമുക്ക് ഇന്ന് നമുക്ക് ഇന്ന് പാർലമെൻറ്റ് ചർച്ചയിലും നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. രണ്ട് അഭിപ്രായം ഏതൊക്കെയോ രീതിയിൽ തിരിഞ്ഞു വരുന്നുണ്ട്. കാര്യം ഈ സമരത്തോട് നമ്മൾ ഒരു സർക്കാർ പുലർത്തേണ്ട ഒരു മര്യാദ, അതേസമയം അടിച്ചമർത്തൽ, ഈ രണ്ട് രീതിയിലേക്ക് ഈ സമരത്തിനുടനീളം ഈ സർക്കാരിൻ്റെ ടാക്ടിക്സിൽ കാണാമായിരുന്നു. ഒരു ഭാഗത്ത് പെല്ലറ്റ് ഉപയോഗിക്കുന്ന മറുഭാഗത്ത് ചർച്ച നടക്കായിരുന്നു. ഇത് ആ സംഘടനയ്ക്കകത്ത് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ വേർതിരിവാണ്. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ വേർതിരിവിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ഇതൊരു പോലീസിംഗിലെ പ്രശ്നമാണോ? ഇത് ഏതെങ്കിലും ഒരു പോലീസുകാരനോ ഏതെങ്കിലും കുറച്ച് പോലീസുകാർക്കോ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു തീരുമാനമാണോ? അങ്ങനെ ലഘൂകരിച്ച് കാണുന്നത് എത്രത്തോളം സത്യവിരുദ്ധമാണ്? തീർച്ചയായും പൂർണ്ണമായും സത്യവിരുദ്ധമാണ്. ഇത് സ്വാഭാവികമായി രാജ്യത്ത് ഒരുപാട് പോലീസ് നടപടികൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട് എന്നും അങ്ങനെ ഒരു പോലീസ് നടപടി മാത്രമാണിത് എന്നും പറയുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. ഇവിടെ ഇപ്പോൾ വളരെ പ്രസക്തമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ ഡിജിറ്റൽ സർവൈലൻസ് അഥവാ ഈ പറയുന്ന AI സർവൈലൻസ് നടത്തിയല്ലോ, ബയോമെട്രിക് സർവൈലൻസ്. അത് ഒരു പോളിസി ഡിസിഷൻ്റെ പ്രശ്നമല്ലേ? അങ്ങനെ നടത്താമോ? അതാരാ തീരുമാനിക്കേണ്ടത്? ഇത് ഗവൺമെൻറ് പോളിസിയിൽ നിന്ന് ഉരുത്തിരിയേണ്ടതല്ലേ? ഒരു നിയമവും ഇത് സംബന്ധിച്ച് നിലവിലില്ല. ഇനി ഏതെങ്കിലും തരത്തിലൊരു SOP അതുമില്ല. പിന്നെ ആരിത് ചെയ്തു? പുട്ടസ്വാമി കേസിൽ സുപ്രീം കോടതി വിധി വളരെ വ്യക്തമായി പറയുന്ന റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 ഭാഗമാണെന്ന് വിശദമാക്കുന്ന പുട്ടസ്വാമി കേസിൻ്റെ നഗ്നമായ ലംഘനമാണ്. തന്നെയുമല്ല, വളരെ കൃത്യമായി ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് A, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് B സമാധാനപരമായി പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു പൗരൻ്റെ മൗലികാവകാശത്തെ പരാമർശിക്കുന്നു. അങ്ങനെ പൗരൻ്റെ മൗലികാവകാശത്തിന് എനിക്കൊരു മൗലികാവകാശമുണ്ട്, എനിക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അധികാരം. അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജന്തർ മന്ദറിലേക്ക് പോകുന്നു. അങ്ങനെ വന്ന ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ അനുമതിയില്ലാതെ അവരെ പിന്തുടർന്ന് എന്തിനാണ് ഈ സ്മാർട്ട് സ്പെക്ടക്കിൾസ് വെച്ചിട്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബയോമെട്രിക് സർവൈലൻസിൻ്റെ ഭാഗമായും അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചത്? അതെന്തിനു വേണ്ടി? അവർക്ക് സമരം ചെയ്യാനും പ്രൊട്ടസ്റ്റ് ചെയ്യാനുമുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഒരു പോലീസ് രാജാക്കി മാറ്റാണ്, പോലീസ് സ്റ്റേറ്റാക്കി മാറ്റാണ്. അത് ആരാണ് നൽകിയത്? എന്ത് അധികാരമാണ്? എന്ത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ്? ഒരു നിയമവുമില്ല ഞങ്ങളിത് ചെയ്യും. നേരത്തെ ഇവിടെ സാധൂകരിക്കാൻ ശ്രമിച്ചല്ലോ, സാമാന്യവൽക്കരിക്കാൻ ശ്രമിച്ചല്ലോ, എല്ലായിടത്തും നടന്ന പോലെ. ഇത് ഈ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും നടന്നിട്ടുള്ളതാണോ? BJP പറയണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അനുഭാവിയായി നിൽക്കുന്നയാളോ ഏതെങ്കിലും ഒരാൾക്കോ ഇത് കേട്ടിരിക്കുന്ന ഒരാൾക്ക് ഇത്തരമൊരു കാര്യം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, എന്താണ് നിങ്ങളുടെ നിലപാട്? അവിടെയാണ് വളരെ വ്യക്തമായി പറയേണ്ടത്. മറ്റത് പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുക. ഇവിടെ വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. എന്താ റൈറ്റ് വിങ്ങിൻ്റെ വലിയൊരു ഡിഫൻസ് പറയുന്നത്? പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ടല്ലോ, അവരും മനുഷ്യരല്ലേ. എന്നാണ് പോലീസുകാർക്ക് പരിക്കേറ്റത്? എന്നാണ് ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്? അത് ഇക്കഴിഞ്ഞ 20-ാം തീയതി പകൽ നേരത്താണ്. ഡൽഹിയിലെ കാര്യം ഞാൻ പറയുന്നത്, പറ്റ്നയിലൊക്കെ വേറെ, ഡൽഹിയിലെ കാര്യം. ആ 20-ാം തീയതി വരെ അവരെന്ത് ചെയ്യുകയായിരുന്നു? അവർ സമരം ചെയ്യുകയായിരുന്നു. എന്തു തരം സമര രീതിയാണ് അവർ സ്വീകരിച്ചത്? 20-ാം തീയതിക്ക് മുമ്പുള്ള ആ മുഴുവൻ ദിവസങ്ങളിലും ജന്തർ മന്ദറിലെ സമരവേദിയിൽ അവർ സ്വീകരിച്ച സമരമാർഗത്തിൻ്റെ പേര് നിരാഹാര സത്യാഗ്രഹമെന്നും സത്യാഗ്രഹമെന്നുമായിരുന്നു. അപ്പോൾ വളരെ പീസ്ഫുള്ളായി സമാധാനപരമായി അത്രയും നാൾ അവിടെ ഇരുന്ന മനുഷ്യർ അവർ 20-ാം തീയതി പൊടുന്നനെ ഒരു ദിവസം വരെയല്ല, 20-ാം തീയതി അവർ കോൾ ചെയ്യുകയാണ്. ആ കോൾ കെട്ടാണ്, ആഹ്വാനം കെട്ടാണ് ആയിരക്കണക്കിന് മനുഷ്യർ അവിടേക്ക് ഒഴുകിയെത്തിയത്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം,
ഇത്രയും ദിവസം അവരവിടെ ഗാന്ധിയൻ മാർഗത്തിൽ ജനാധിപത്യപരമായ പ്രൊട്ടസ്റ്റിൽ ഏർപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരാളെ അങ്ങ് അയക്കാൻ കഴിയാത്തത്? അന്നൊന്നും രാത്രിയിൽ ഉറക്കം വിളിച്ചിരുന്ന് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് അസ്വാഭാവികമായ ഇൻസ്റ്റാഗ്രാം സെൽഫി വീഡിയോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്നദ്ധമാകാതിരുന്നത് എന്തുകൊണ്ട്? അപ്പോഴൊന്നും ആ കിടന്നത് ഫ്രണ്ട്സ് അല്ലേ? ഈ രാജ്യത്തെ ചെറുപ്പം അതുവരെ ഫ്രണ്ട്സ് അല്ലേ? അവരവിടെ കിടക്കുകയായിരുന്നേ. അവരന്ന് പറഞ്ഞത് എന്താണ്? അന്നവിടെ സന്ദർശിച്ച മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതാണ്, ലെഫ്റ്റ് അവിടെ പോയി, ഞങ്ങളെല്ലാം പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇവരെ കേൾക്കണം, സോനം വാങ്ചുക്കിനെ കേൾക്കണം, നിങ്ങൾ ഈ പറയുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കണം, അവരുമായി ചർച്ച ചെയ്യണം. നിങ്ങൾ തയ്യാറായോ? 20-ാം തീയതി ഈ പറയുന്ന പ്രക്ഷോഭമുഖം തുറന്നു, പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. അപ്പൊ അന്ന് 10 പോലീസുകാർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പൊ അതിന്റെ കണക്കെടുക്കുകയാണ്. നിങ്ങൾ ഇത്രയും ദിവസം എന്ത് ചെയ്തു? നിങ്ങൾ ഇത്രയും ദിവസം ജനാധിപത്യപരമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെങ്കിൽ ഈ 20-ാം തീയതി നിങ്ങൾ ഈ പരാമർശിക്കുന്ന, ഞാൻ അതിനോട് യോജിക്കുന്നില്ല, നിങ്ങൾ വാദത്തിനായി പറയുന്ന ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ജനാധിപത്യ വിരുദ്ധമായി അവഗണിച്ച് അവരെ മുട്ടുമടക്കുക എന്ന് കരുതി. പക്ഷേ അത് നടന്നില്ല. നടന്നപ്പോഴോ അക്രമാസക്തമായി അവരെ മുട്ടുമടപ്പിക്കാം എന്ന് കരുതി. നിങ്ങൾ എന്താ ചെയ്തത്? ഈ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി വരെ നിങ്ങൾ നേരിട്ടു എന്ന് നിങ്ങൾ പറയുന്നു. എന്തിനായിരുന്നു അന്ന് രാത്രിയിൽ ജന്തർ മന്ദറിലേക്ക് പോയി ജന്തർ മന്ദറിലുണ്ടായിരുന്ന അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരെ മുഴുവൻ അവിടെ നിന്ന് നിങ്ങൾ ഒഴിവാക്കിയത്? നിങ്ങൾ അവരെ തല്ലി ഒതുക്കിയില്ലേ? അവരെ മുഴുവൻ പേരെയും അവിടെ നിന്ന് മാറ്റി ജന്തർ മന്ദർ നിങ്ങൾ കയ്യേറിയില്ലേ? മണിക്കൂറുകൾക്ക് അവർ തിരിച്ചു വന്നു. ആ സമരവേദി നിങ്ങൾ തല്ലി തകർത്തില്ലേ? എന്തിനായിരുന്നു അത്? ജനാധിപത്യ പ്രതിഷേധങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു. ഇതല്ലേ നാൾവഴി? ഇതെല്ലാം മറച്ചു വെച്ച് പരിക്കേറ്റ 4 പോലീസുകാരുടെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ് അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അതുകൂടി പറയണം. എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? ഇനി പോട്ടെ, ഈ സമാധാനപരമായി ഗാന്ധിയൻ മാർഗത്തിൽ സമരം ആരംഭിച്ച മനുഷ്യരെ ചർച്ചയ്ക്ക് വിടാതെ പെല്ലറ്റ് ഗണ്ണുകൾ കൊടുത്ത് പറഞ്ഞയച്ചാൽ അത് തീർന്നു പോകുമെന്ന് സംഘപരിവാരത്തെ ആരാണ് പഠിപ്പിച്ചത്? അങ്ങനെയൊന്നും തീർത്ത ചരിത്രമല്ല ഇന്ത്യക്കുള്ളത്. അവിടെയാണ് അവർ നിവർന്നു നിന്ന് പൊരുതിയത്. ഇനി ഇതിന് പുറമെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ പറയുന്ന ഫേസ് റെക്കഗ്നൈസേഷൻ ടെക്നോളജി FRTയിലൂടെ മനുഷ്യന്റെ വിവരങ്ങൾ ശേഖരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണത്? എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്? എന്നിട്ട് പറയാണ് 2800 മറ്റോ എത്രയോ പേർ ക്രിമിനലുകൾ അവിടെ പങ്കെടുത്തു. ആരാണ്? എന്തടിസ്ഥാനത്തിലാണ്? ഇനി പോട്ടെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന FRTയിലൂടെ അവർ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചത് 2 കമ്പനികളെയാണ്. ആ കമ്പനികൾക്ക് ആരധികാരം കൊടുത്തു? ഒന്ന് ആദിത്യ ഇൻഫോടെക് ലിമിറ്റഡ്, മറ്റൊന്ന് ഈ സ്മാർട്ട് സ്പെറ്റക്കിൾസ് കൈകാര്യം ചെയ്ത ഡൈമെൻഷൻ NXT പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ 2 കമ്പനികളെയാണ്. ഈ 2 കമ്പനികൾക്ക്, ആ കമ്പനികളുടെ കയ്യിൽ സമാധാനപരമായി ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന് വേണ്ടി സമരം ചെയ്യാമെന്ന പ്രൊട്ടസ്റ്റ് ചെയ്യാമെന്ന മനുഷ്യരുടെ ബയോമെട്രിക് വിവരങ്ങൾ ഈ 2 കമ്പനികളുടെ ഡേറ്റാബേസിലേക്ക് കൊടുത്തതാര്? അതാണ് ചോദ്യം. ശരി, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായതുകൊണ്ട് ഡോക്ടർ ജിൻഡോ ജോൺ ഞാൻ അങ്ങിലേക്ക് വരാം. അതിനു മുൻപ് ഞാനൊന്ന് ശ്രീ AK അൻരാജിലേക്ക് പോയിട്ട്, ശ്രീ AK അൻരാജ്, അഡ്വക്കേറ്റ് A റഹീം വളരെ ഡയറക്റ്റായി ചോദിച്ചൊരു ചോദ്യമാണ്. ആരെങ്കിലും മറുപടി പറയണമല്ലോ, ഒന്നുകിൽ BJPക്കാർ അല്ലെങ്കിൽ BJP അനുകൂലിക്കുന്നവരൊക്കെ മറുപടി പറയണമല്ലോ എന്നുള്ള ചോദിച്ചാണ്. അങ്ങ് ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ? ദില്ലി പോലീസിന് ഇങ്ങനെ ഒരു പ്രക്ഷോഭ രംഗത്ത് ഈ AI ടൂളുകൾ ഉപയോഗിക്കാനും അതിന് പുറത്തുനിന്നുള്ള 2 കമ്പനികളെ ഔട്ട്സോഴ്സ് ചെയ്യാനും ഈ ടൂളുകൾ ഉപയോഗിക്കാനും ഇനി അതിനപ്പുറത്തേക്ക് ഈ തരത്തിലുള്ള അനുവാദമില്ലാത്ത ആയുധങ്ങൾ ഉപയോഗിക്കാനുമുള്ള അധികാരമുണ്ടോ? ഡൽഹി പോലീസിനെന്നല്ല ഒരു പോലീസിനും ഇല്ലല്ലോ, ഒരു രാജ്യത്തും ഉണ്ടാകാൻ പാടില്ലല്ലോ നിയമ സംവിധാനത്തിന് അതീതമായിട്ടുള്ളത്. പക്ഷെ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ അത് പറഞ്ഞു, ഇത് ആരാണ് പറയുന്നത് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഒരു വിഭാഗം, അതായത് നമ്മളൊരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തിൽ നമ്മൾ പ്രതിഭാഗം വാദിഭാഗം എന്ന് വേണമെങ്കിൽ ഉദാഹരണമായിട്ട് പറയാം. ഇതിൽ പ്രതി പറയുന്നു ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയും, നമ്മൾ അത് എങ്ങനെ മുഖവിലക്കെടുക്കും? മാധ്യമങ്ങൾ എങ്ങനെയാണ് മുഖവിലക്കെടുത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു വിഭാഗം ഉയർത്തുന്ന ആരോപണമല്ല ഈ അവസരത്തിൽ. എൻ്റെ ചോദ്യം അതാണ്. എന്നിട്ട് ഇതെല്ലാം നമുക്ക് വസ്തുതയാണെന്ന് തെളിയാന്ന് വെച്ചോ, അത് ആർക്കാണ് തെളിയിക്കാൻ പറ്റുക? ഔദ്യോഗിക ഏജൻസികൾക്കല്ലേ പറ്റുള്ളൂ. അത് പറയുമ്പോഴല്ലേ പറഞ്ഞു പോലീസുകാർക്ക് പരിക്കേറ്റത്. ഞാൻ പോലീസുകാർക്ക് പരിക്കേറ്റത് നിസ്സാരമായിട്ട് കാണുന്നില്ല, വളരെ ഗൗരവത്തോടെയാണ് ഞാൻ കാണുന്നത്. അതിർത്തി കാക്കുന്നവരാണ് ഇന്ത്യൻ സൈന്യം, അല്ലെങ്കിൽ ഓരോ രാഷ്ട്രത്തിലെയും സൈന്യം, അതിലെ ഭടന്മാർ വളരെ പ്രധാനമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ. അല്ല, എന്നെ പറയാൻ മുഴുവൻ സമ്മതിക്കൂ. ഇത് ആരോപണം മാത്രമാണോ എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാം എന്ന് പറയുന്നത് അല്ല, ഞാൻ ഈ ഒറ്റ വാചകം പൂർത്തിയാക്കിയിട്ട് വരാം.
എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് പോലീസിന്റെ ചുമതല. അവർക്ക് ഉത്തരവാദിത്തം. നമ്മുടെ ക്രമസമാധാന നില സംരക്ഷിക്കേണ്ടുന്ന വിഭാഗമല്ലേ പോലീസ്. അത് എല്ലാ പോലീസിനും ബാധകമാണ്. ഞാനിപ്പോൾ കേരളത്തിലെ പോലീസിനാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഏത് സർക്കാരും ആവട്ടെ, പോലീസിന് ആ ചുമതലയുണ്ട്. ആ ചുമതലയിൽ നിന്ന് പുറത്തേക്ക് പോലീസ് പോകാൻ പാടില്ല. പക്ഷെ അത് പോയി എന്ന് പറയാവുന്ന രീതിയിലേക്ക് ഇപ്പോൾ എവിഡൻസ് ആയിട്ടില്ല, നമ്മുടെ കയ്യിൽ തെളിവായിട്ടില്ല. ഇത് ആരോപണങ്ങൾ ഉയരുകയാണ്. ആ ആരോപണങ്ങൾ ഉയർത്തുന്നത് ആരാണ്? നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവരല്ല. ഈ സമരത്തിൽ കൃത്യമായി ഒരു പക്ഷത്ത് നിൽക്കുകയും ഓരോ വാചകത്തിലും ഓരോ വാക്കിലും കേന്ദ്ര സർക്കാരിനെതിരെ തിരികുകയും ചെയ്യുന്നവരാണ് പറയുന്നത് പക്ഷമുണ്ടല്ലോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അങ്ങ് സെന്റൻസ് പൂർത്തീകരിച്ചല്ലോ. ദില്ലി പോലീസോ ബീഹാർ പോലീസോ സമരരംഗത്ത് AK-47 പെല്ലറ്റ് ഗണ്ണോ ഈ AI ടൂളുകളോ ഉപയോഗിച്ചിട്ടില്ല. അത് ആരോപണങ്ങൾ മാത്രമാണ് എന്നാണോ അങ്ങ് പറയുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ കാണുകയാണ് എനിക്ക് നിർവാഹമുള്ളൂ. കാരണം അത് പറയേണ്ടത്, അങ്ങനെയാണ് എന്ന് പറയേണ്ടുന്നത് ഒരു ഔദ്യോഗിക ഏജൻസിയാണ്. നമ്മുടെ സംവിധാനമോ ഒക്കെയാണ് അത് പറയേണ്ടത്. അല്ലാതെ അത് വെറും ആരോപണമാണ് എന്ന് മാത്രമല്ല, ഈ ആരോപണത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, കെട്ടിച്ചമച്ച ആരോപണങ്ങളെ മാത്രം ഉന്നയിച്ച് പ്രശ്നങ്ങളെ കക്ഷികൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൂട്ടം നുണകൾ കെട്ടിപ്പൊക്കുകയാണ്. ഇതിൽ ഉൾപ്പെട്ടവർ പറഞ്ഞാൽ എന്തിനാണ് AK-47 ഉപയോഗിച്ചു എന്ന ആരോപണത്തിൽ അഭിഷേക് പട്ടേൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കൊടുത്തത്? അങ്ങനെയാണല്ലോ ചെയ്യുക. സംശയം വന്നു കഴിഞ്ഞാൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും അങ്ങനെ ഒരു സംശയത്തിന്റെ പേരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സസ്പെൻഷൻ കൊടുക്കില്ല. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന്റെ പേരിലാണ് സസ്പെൻഷൻ. 3 പേർ പരിക്കേറ്റ് ചികിത്സയിലുള്ളതിന്റെ പേരിലാണ് സസ്പെൻഷൻ. അതേക്കുറിച്ച് ഇതിൽ ദൃശ്യങ്ങൾ വന്നു. മറ്റൊന്നിൽ മറ്റൊരു കാര്യം പറഞ്ഞു. ഈ സസ്പെൻഷൻ എന്നത് അന്തിമമായ ഒരു കാര്യമല്ല. ആ സസ്പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ മാറ്റി നിർത്തലാണ്. എന്തുകൊണ്ടാണ്? രണ്ട് സാധ്യതകളുണ്ട്. സംശയത്തിന്റെ പേരിലുള്ള രാജ്യം മുഴുവൻ കണ്ട ദൃശ്യമാണ്. 2 സാധ്യതകളുണ്ട്. ഒന്ന്, അതിൽ തെറ്റുണ്ടാകാം. മറ്റൊന്ന്, തെറ്റില്ലാതിരിക്കാം. രണ്ടിനും ഇടയിലുള്ള സാഹചര്യമാണ്. ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ, ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഉപയോഗിച്ച ആളെ സസ്പെൻഡ് ചെയ്തല്ലോ. കുറ്റം ചെയ്തു എന്നതിന് തെളിവല്ല. സർ, ഉപയോഗിച്ചതിനാണ് സസ്പെൻഷൻ എന്ന് അങ്ങ് പറഞ്ഞു. സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഉപയോഗിച്ചതിനാണ് സസ്പെൻഡ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ ഉപയോഗിച്ചു. എന്താണ് അത് ഉപയോഗിച്ചോ, തെറ്റാണോ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ബീഹാറിലെ പോലീസ് ആക്ട് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ അപ്പോഴത്തെ സാഹചര്യം നോക്കേണ്ടി വരും. അവിടെ കിട്ടിയ ഒരു സാഹചര്യവുമില്ല സാർ. ഒരു സാഹചര്യത്തിൽ ഞാൻ ചോദിക്കാം. ഞാൻ സമാനമായ സാഹചര്യം കൊണ്ട് ഉദാഹരണം പറയാം. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യമല്ലേ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ ആരാണ് വെടിവെക്കാൻ അനുമതി കൊടുത്തത്? ഏത് ഉദ്യോഗസ്ഥനാണ് അനുമതി കൊടുത്തത്? ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയം. എത്രയോ കാലം മാധ്യമങ്ങൾ ചർച്ച ചെയ്ത, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചർച്ച ചെയ്ത, നിയമസഭയിൽ ചർച്ച വന്ന വിഷയമായിരുന്നില്ലേ? അവസാനം അതിലൊരു തീരുമാനത്തിലെത്തി. അത് തീരുമാനത്തിലെത്തി കഴിയുമ്പോൾ മാത്രമേ നമുക്കത് അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അത് കഴിഞ്ഞിരിക്കുന്നു. അതിനെ ന്യായീകരിച്ച ആരെയും എനിക്കറിയില്ല. അങ്ങേക്കറിയാമെങ്കിൽ അങ്ങേക്ക് പറയാം. ഈ വിഷയം സംവിധാനത്തിന് തീരുമാനം സർ, ഈ വിഷയം പറയൂ. AK-47 ഉപയോഗിച്ചത് സർ, ഈ ആയുധം ഉപയോഗിക്കാമോ? ഈ ആയുധം ജനങ്ങൾക്കെതിരെ ഉപയോഗിക്കാമോ? എന്റെ മാധു ഉദാഹരണം പറയുകയാണല്ലോ. അല്ല, ഉദാഹരണം അവിടെ നിൽക്കട്ടെ. ഈ ആയുധം AK-47 ജനങ്ങൾക്കെതിരെ ഉപയോഗിക്കാമോ? എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ. എനിക്കതറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പറയാൻ എനിക്ക് സാധിക്കില്ല. കാരണം എന്റെ നിലപാട് ഇതാണ്. കാരണം അപ്പോൾ അവിടുത്തെ സാഹചര്യമോ ഒന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ ഈ പറയുന്നത്. സമരം അവിടെ ഏത് രീതിയിൽ പോയി, ആരാണ് സമയം പറയാം. ഒരു കാര്യം കൂടെ,
അല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കേരളത്തിലെ റഹീമാണ്. സാഹചര്യത്തിലാണെങ്കിൽ പോലീസ് AK-47 പോലുള്ള തൂക്കുകൾ കൈകാര്യം ചെയ്യാറില്ല. ഓക്കേ, പക്ഷേ ശരി. ഈ ബീഹാറിലെ സാഹചര്യം എന്താണെന്നുള്ളത് അത്രത്തോളം അടുത്ത് നിരീക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. ബീഹാർ പോലീസ് ഈ രീതിയിലൊരു പ്രവർത്തനം നടത്തിയെന്നുള്ള സാഹചര്യം സർ, ആദ്യമായിട്ടാണ് പോലീസിന്റെ ഈ അടുത്ത ആയുധമല്ല കാലത്തെങ്കിലും AK-47, എന്റെ പോലീസിന്റെ ആയുധം നിരീക്ഷണത്തിൽ പിസ്റ്റൾ വരുന്നത്. ആണെന്നാണ് അതുകൊണ്ട് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ ഒരു അത് തീരുമാനത്തിലെത്താൻ ഉപയോഗിച്ചിട്ടില്ല. ഒരു അതിന് പകരം conclusion AK-47 റഹീം. ആ മനസ്സിലാക്കലും അതിന്റെ മനസ്സിലാക്കലും ശരി അതായത് വ്യത്യാസമുണ്ട്. അദ്ദേഹം മാധുവിനെ ചോദിച്ചു. ഉറപ്പിച്ച് പറയാൻ അല്ല, പറ്റില്ല. അദ്ദേഹം മാധു ഉറപ്പിച്ച് പറയൂ, മനസ്സിലാക്കുന്നു AK-47 പോലീസ് അതേ കാര്യം ആയുധം നമുക്കൊക്കെ ബാധകമാണ്. അതാണ് ഞാനിപ്പോ പറയുന്നത്. ഒന്ന് വഴങ്ങാമോ? പോലീസ്? ഒന്ന് വഴങ്ങാമോ? അങ്ങ് പറയൂ, ശ്രീ പറയൂ, പെട്ടെന്ന് പറയൂ. ഒന്ന് വഴങ്ങാമോ? ഞാൻ ഒരു ചോദ്യം അങ്ങയോട് ചോദിച്ചോട്ടെ, അങ്ങയോട് ഒരു ക്ലാരിഫിക്കേഷൻ. പറഞ്ഞോളൂ. അങ്ങയുടെ വാദം പ്രധാനമായും ഉന്നയിക്കുന്നത് ഇതിൽ വാദിയും പ്രതിയുമുണ്ട്. പ്രതിഭാഗം പറയുന്ന കാര്യങ്ങൾ കേട്ട് എങ്ങനെയാണ് ഇതിനെ അംഗീകരിക്കാനാവുക? ഇതൊക്കെ ഉപയോഗിച്ചു, സർവൈലൻസ് ടൂളുകൾ ഉപയോഗിച്ചു എന്നതിനെ. വേണ്ട, എന്നെ വിട്ടേക്കും. 24/7/2026 പുറത്തിറങ്ങിയ ടൈംസ് ഓഫ് ഇന്ത്യ ഡൽഹി പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന കാര്യം എങ്ങനെയാണ്? പോലീസ് ഐഡന്റിഫൈ 2,500 people with criminal records at Jantar Mantar protest through facial recognition cameras. ഇത് പോലീസ് തന്നെ പരസ്യമായി ഡൽഹി പോലീസ് തന്നെ പുറത്തിറക്കിയ റിലീസാണ്. നിങ്ങൾ പറയുന്നു FRT ഉപയോഗിച്ചിട്ടുണ്ടോ, ഫേസ് റെക്കഗ്നേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടോ, ബയോമെട്രിക് എവിഡൻസ് വെച്ച് മാച്ച് ചെയ്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ? നടന്നിട്ടുണ്ടോ എങ്കിൽ തെറ്റാണ് എന്ന് താങ്കൾ സമർത്ഥിക്കുന്നു, താങ്കൾ സമ്മതിക്കുന്നു, താങ്കൾ കൺഫ്യൂസ് ചെയ്യുന്നു. തെറ്റ് കുറ്റസമ്മതമല്ല, താങ്കളുടെ വാദം അതാണ്. അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത് തെറ്റാണ്. പക്ഷെ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഇവർ പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാനാവുക? ഞങ്ങളെ വിട്ടേക്കുന്നേ. ഡൽഹി പോലീസിന് വിശ്വാസം ഉണ്ടോ? ഡൽഹി പോലീസ് പറയുന്നു അത് ചെയ്തു എന്ന്. പിന്നെ ഞങ്ങളെ അങ്ങ് വിട്ടേക്ക്. നിങ്ങൾ പറഞ്ഞ വാദി പ്രതിയോ ഏതാന്ന് വെച്ചാൽ കൂട്ടിക്കോ. ഈ പറയുന്ന പ്രതി തന്നെ പറയുന്നു അങ്ങനെയാണെന്ന്. ശരി, ഓക്കെ. പിന്നെന്താ? ശരി. അപ്പൊ അതാണ് ഭരണഘടനാ വിരുദ്ധം എന്ന് പറയുന്നത്. ഞാൻ മറുപടി പറയണല്ലോ. ഞാൻ പറയാം. അതായത് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു കോട്ടാണ് നമ്മളിവിടെ പറയുന്നത്. എത്രത്തോളം മാധ്യമ വാർത്തകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ നീതിന്യായ സംവിധാനമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനമോ എത്തുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി ഡൽഹി പോലീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ നിയമപരമായ സാഹചര്യം ഉണ്ട് എന്നും കൂടി അതിൽ നിന്ന് വായിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു മാധ്യമ വാർത്തയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ദില്ലി പോലീസ് വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. പാർലമെന്റിൽ മറുപടിയില്ല. പിന്നെ അത് ശരിയല്ല. ഞാൻ പറയുന്നത് ചർച്ചയിൽ ഞാൻ പറഞ്ഞില്ലേ, ശ്രീ A. റഹീം ചോദിക്കുന്ന ചോദ്യം ഞാൻ ഭംഗിയായി കേട്ടു. ഞാൻ അവരോട് പ്രതികരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു മാധ്യമ റിപ്പോർട്ടിനെ മാത്രം അടിസ്ഥാനമാക്കി നമുക്ക് തീരുമാനമെടുക്കാവുന്ന സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്തെന്ത് മാധ്യമ വാർത്തകൾ ഏതൊക്കെ തരത്തിൽ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതിന് അതുകൊണ്ട് ഡൽഹി പോലീസ് ആർക്ക് കൊടുത്തു? ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ കൊടുത്തതാ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ കൊടുത്ത കോട്ടാണ് അങ്ങ് പറഞ്ഞത്. What you quoted is what has been reported by Times of India. So according to the information that you gave, it is nothing but a report prepared by a reporter of Times of India. Times of Indiaയുടെ പത്രപ്രവർത്തകൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അപ്പൊ അതൊരു മാധ്യമ റിപ്പോർട്ടായിട്ടാണ് താങ്കൾ തന്നെ അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ടിനെ വിശ്വസിക്കുന്നതിന് എന്തെന്ത് പരിമിതികൾ ഒരു അഭിഭാഷകൻ എംപിയുമായ അങ്ങേക്ക് വളരെ നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. വഴങ്ങുമോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങ് ചോദിച്ച ചോദ്യം ഇതാണ്. അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞത്. ആ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന്റെ ആധികാരികത ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ എഴുതിയെന്നും ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റോറിയൽ ഡെസ്ക് അത് ക്ലിയർ ചെയ്ത് വിട്ട് അച്ചടിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ഒരു പ്രമുഖ മാധ്യമമായതുകൊണ്ട് ദില്ലി പോലീസിന്റെ ഉദ്ധരിച്ചുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത അങ്ങ് വിശ്വസിക്കില്ല. ദില്ലി പോലീസ് ഒന്ന് വാർത്താ സമ്മേളനം വിളിക്കണം.
ഇനി ഞാനും കൂടെ പറയട്ടെ. അല്ല, ശ്രേയക്കാണ് അങ്ങ് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഇത്രയും നേരം കേട്ടില്ലേ? ഇനി പറയട്ടെ. എനിക്ക് ദില്ലി പറയാൻ പോലീസ് ഒന്ന് വാർത്താ സമ്മേളനം വിളിക്കണം, പറഞ്ഞോളൂ. അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞോളൂ, അമിത്ഷാ പറഞ്ഞോളൂ. മാധ്യമങ്ങളോട് ചോദിക്കുന്നതിന് മറുപടി പറയണം, അല്ലെങ്കിൽ ദില്ലിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കൾ വാർത്താ സമ്മേളനം വിളിക്കണം, അല്ലെങ്കിൽ പാർലമെന്റിൽ മറുപടി പറയണം. ഇതൊന്നുമില്ല, ഉദ്ധരിച്ച് വാർത്തയും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ട സാർ. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഒരു തരത്തിലുള്ള അതോറിറ്റിയും യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല ഇതുവരെയും. എന്തെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇങ്ങനെയേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് ദില്ലി പോലീസും ദില്ലി പോലീസിനെ നിയന്ത്രിക്കുന്ന അധികാര കേന്ദ്രങ്ങളും തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ എന്തു ചെയ്യാനാണ്? അല്ല മാധു, ഇത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്. അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ ചില വീഴ്ചകളുടെ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥർ സ്വന്തം നിലയിൽ ചെയ്ത കാര്യങ്ങളാണ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ കാര്യം. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഒരു കഴിവ് കെട്ടവനാണെന്നാണ് അദ്ദേഹം പരോക്ഷമായിട്ട് സമ്മതിക്കുന്നത്. ഇനി മറിച്ച് ഈ പറഞ്ഞ പ്രോട്ടോക്കോളും പ്രൊസീജിയേഴ്സും ഒന്നും പാലിക്കാതെ പെല്ലറ്റ് ഗണ്ണും AK-47 ഒക്കെ എടുത്ത് വെടിവെക്കുന്ന ഉദ്യോഗസ്ഥർ രാത്രി കിടന്നുറങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന AK-47 അല്ലല്ലോ. അവർ രാവിലെ ഡ്യൂട്ടിക്ക് ഹാജരായി അവർ പുറത്തിറങ്ങി വിദ്യാർത്ഥികളെ നേരിടാൻ പോകുമ്പോൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ വിദ്യാർത്ഥികളെ യുവജനങ്ങളെ നേരിട്ടത്. അത് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് AI ടൂൾ ഉപയോഗിച്ച് പരിശോധിച്ചില്ല, മറ്റു കാര്യങ്ങളൊന്നും ഇതിനൊരു യാതൊരു ആധികാരികതയും ഇല്ല എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസിനെ മിസ്കോട്ട് ചെയ്തതിന് ആ മാധ്യമ സ്ഥാപനത്തിനെതിരെ ഒരു പരാതി കൊടുത്ത് കേസെടുക്കണം. ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 44 മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ 44 വട്ടം റെയ്ഡും മറ്റ് പ്രതികാര നടപടിയും എടുത്തിട്ടുള്ള ഒരു സർക്കാർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള ഇത്തരം തെറ്റായ വാർത്തയാണ് കൊടുത്തതെങ്കിൽ ആ മാധ്യമ സ്ഥാപനത്തിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. 2, പോലീസ് അമിതാധികാരം പ്രയോഗിച്ചു എന്നതിന് തെളിവില്ല. കാരണം ഏതെങ്കിലും ഒരു ഔദ്യോഗിക ഏജൻസി സമ്മതിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഔദ്യോഗിക ഏജൻസി തന്നെയാണ് ഈ തോന്നിവാസം ചെയ്യാൻ അനുമതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ അവർ സമ്മതിക്കോ ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന്? പിന്നെ അദ്ദേഹം പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് ആരോപണം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ വന്നു എന്നാണ്. ആരോപണം തെളിയിക്കുന്ന ദൃശ്യം വരുന്നതിനാണ് തെളിവ് എന്ന് നമ്മൾ സാമാന്യ ബോധമുള്ള മനുഷ്യർ പറയുന്നത്. അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ പോലെ ചെയ്തതിന് അവർക്കെതിരെ നടപടിയെടുത്തു. പക്ഷെ അതിന്റെ അർത്ഥം ആ ഉദ്യോഗസ്ഥർ കുറ്റം ചെയ്തു എന്നുള്ളതല്ല. പക്ഷെ വെടികൊണ്ട കുട്ടികൾക്കും പരിക്കേറ്റ കുട്ടികൾക്കും ഇതിന്റെ കെടുതികൾ അനുഭവിക്കുന്ന മനുഷ്യർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അമിതാധികാര പ്രയോഗം നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ തോന്നിവാസമാണ് നടന്നിട്ടുള്ളത്. ഉത്തരം പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഊതി വീർപ്പിച്ച 56 ഇഞ്ച് നെഞ്ചുകാരൻ ഒളിവിലിരിക്കുകയാണ്. പാർലമെന്റിൽ മറുപടിയില്ല, പൊതുസമൂഹത്തിന് മുമ്പിൽ മറുപടിയില്ല, മാധ്യമപ്രവർത്തകരോട് മറുപടിയില്ല, ചോദ്യങ്ങളെ നേരിടാനുള്ള ധൈര്യമില്ല. ഊതി വീർപ്പിച്ച 56 ഇഞ്ച് നെഞ്ച് ഒളിവിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നതിന് കാരണം ഇത് അമിതാധികാര പ്രയോഗം, അനുമതിയില്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ചു, പ്രോട്ടോക്കോളും പ്രൊസീജിയേഴ്സും പാലിക്കാതെയാണ് വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ നോക്കിയത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ വായിച്ചെടുക്കുന്നത് സംഘപരിവാറിന്റെ ആലയിൽ പൂജിച്ചെടുക്കുന്ന ആ ദിവ്യ വസ്തുക്കൾ മാത്രമാണ്. സാമാന്യ ബോധമുള്ള പൗരബോധമുള്ള ജനാധിപത്യ ബോധമുള്ള മനുഷ്യർക്ക് മറ്റൊന്നാണ് നമുക്കിപ്പോ ചോദിക്കാം പോലീസുകാർക്ക് എങ്ങനെയാണ് AK-47 കിട്ടിയെന്ന്. പക്ഷെ ആരോട് ചോദിക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ആരോട് ചോദിക്കും? ഇപ്പം ചർച്ചയിൽ വന്നിരിക്കുന്നവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഒരു റിപ്പോർട്ടുകളെയും ആധികാരികമായി എടുക്കുന്നില്ല. പിന്നെ ആരോട് ചോദിക്കും? പാർലമെന്റിൽ ചോദിക്കാൻ പറ്റുമോ? ചോദിച്ച രേഖ സഭയിലില്ല സാർ. അല്ല, പാർലമെന്റിലെ രേഖയിൽ നിന്ന് ഇവർ മാറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എത്ര രേഖയിൽ നിന്ന് മാറ്റിയാലും മനുഷ്യരുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ടാണ് കൊച്ചു പിള്ളേർ റോട്ടിൽ ഇറങ്ങി സമരം ചെയ്ത് മോദിയെ കൂക്കി വിളിച്ച് മോദിക്ക് അവസാനം തോൽവി സമ്മതിക്കേണ്ടി വന്നത്. ഇപ്പൊ ഇവർ പറയുന്നില്ലേ ഇന്ത്യ സഖ്യം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് നിന്ന് പോരാടിയതിന്റെ പേരിലാണ് TDPയുടെയും JDUവിന്റെയും പൊയ്ക്കാലിൽ ഉയർന്നു നിൽക്കേണ്ട ഗതികേട് നരേന്ദ്രമോദിക്ക് ഉണ്ടായത്, ND സഖ്യത്തിനുണ്ടായത്. സമാനമായ സാഹചര്യം ഉണ്ടാകും. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും, ഇവർ ഉത്തരം എത്ര പറയാതിരുന്നാലും ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ട്. പക്ഷെ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം പറയാനില്ലാത്ത ആളുകൾ പേടിച്ചൊളിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ശ്രീ ദാമോദർ പ്രസാദ്, ഇതാണ് ഇപ്പം ഈ പാർലമെന്റിൽ അടക്കമുള്ള കാര്യങ്ങൾ ശരിയാണ്. അവർക്ക് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. ഡോക്ടർ ജിൻഡോ ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. പക്ഷെ അപ്പോഴും മറുപടി ഇല്ലല്ലോ. ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും പാർലമെന്റ് ചർച്ച ചെയ്യുമെന്നോ ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര നേതാക്കൾ വിശദീകരിക്കുമെന്നോ കരുതേണ്ടതുണ്ടോ? ഇവിടെ നമ്മളൊരു കാര്യം, മനുഷ്യാവകാശ കാഴ്ചപ്പാടിൽ പോലീസിൻ്റെ മനോവീര്യം, അത് ഏത് ഭരണാധികാരി പോലീസിൻ്റെ മനോവീര്യം സംരക്ഷണം പറഞ്ഞാലും ചോദ്യം ചെയ്യപ്പെടും. അത് നരേന്ദ്രമോദിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഇനി ആരാണെങ്കിലും അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കാര്യം മനുഷ്യാവകാശ കാഴ്ചപ്പാടിൽ പൗരൻ, നിസ്സഹായനായ നിരായുധനായ പൗരന് നേരെ തോക്ക് ഉയർത്തുകയോ അത് അടിച്ചൊതുക്കുകയോ ചെയ്താൽ
നമ്മൾ പറയില്ല, മനുഷ്യാവകാശം പറയില്ല. ഈ ഭരണത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ഭരണാവകാശക്കാരും പറയുന്ന കാര്യമാണ് പോലീസിൻ്റെ മനോവീര്യം. പക്ഷേ മനുഷ്യാവകാശത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതെവിടെ ആയിക്കോട്ടെ, അതാണ് പ്രതിപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മനുഷ്യാവകാശത്തിനും പൗരാവകാശത്തിനും ഭരണ കാഴ്ചപ്പാടിൽ പോലീസിൻ്റെ മനോവീര്യം അല്ല പ്രധാനപ്പെട്ട കാര്യം. ഈ പാവപ്പെട്ട മനുഷ്യർ പെല്ലറ്റിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ സർക്കാരിൻ്റെ പ്രാഥമിക ചുമതല അവരോടാണ്. അത് സർക്കാർ അന്വേഷിക്കും. പക്ഷേ ബഹുമാനയുടെ പ്രധാനമന്ത്രി ഇന്ന് വരെ പത്രസമ്മേളനം വിളിക്കാത്തത് നമുക്ക് പ്രതീക്ഷയുണ്ട്. കാര്യം ഇത്ര സംഭവം നടന്നിട്ട് ഇന്ന് പാർലമെൻറ്റിൽ വരാനുള്ള ബാധ്യത സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രിക്ക് അതുപോലെ ആഭ്യന്തരമന്ത്രിക്കുണ്ട്. പക്ഷേ അവർ വന്നില്ല. അത് കാണിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ്, അത് കാണിക്കുന്ന സുതാര്യതയാണ്, അത് കാണിക്കുന്നത് ഞങ്ങൾ എത്രമാത്രം ശരിയാണ്. പക്ഷേ അത് തയ്യാറല്ല. കാര്യം അവരിൽ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷാത്മകത എന്ന് വെച്ചുകൊണ്ടല്ല ഒരു പ്രതിപക്ഷത്തെയും ജനാധിപത്യത്തിലുണ്ട്. കാര്യം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ ജനമുണ്ട്. ഈ ഒരു പത്രസമ്മേളനത്തിൽ നടത്തി, ഞാൻ നേരത്തെ പറഞ്ഞു, പത്രസമ്മേളനത്തിൽ ഒന്ന് പ്രസ്താവന നടത്തി. അപ്പോൾ ടൂൾസ് നടത്തിയിരുന്നത് ഇത് റഹീം പറഞ്ഞല്ല, ടൈംസ് ഓഫ് ഇന്ത്യ മാത്രമല്ല, NDTV, അതായത് അദാനി ഓൺ ചെയ്ത NDTV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, വെബ്സൈറ്റിൽ നോക്കി NDTV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ മാത്രമല്ല, പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഈ റിപ്പോർട്ട് ചെയ്ത കാര്യം വസ്തുത അടിസ്ഥാനത്തിലേക്ക് അവർ സോഴ്സ് കോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. വെറും കോട്ടല്ല, കോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നമ്മൾ കണ്ട പിക്ചറാണ്. ഈ ടൂൾസ് നമുക്ക് ദൃശ്യം എടുക്കാൻ പറ്റില്ല. നമ്മൾ AK-47 കണ്ടു. അപ്പോൾ ഒരു പൗരാവകാശ സമരത്തിനെതിരെ, സംഘടിക്കാനുള്ള സമരത്തിനെതിരെ നമ്മൾ അണ്ണാസാരുടെ സമരം നടക്കണം കണ്ടിട്ടുണ്ടല്ലോ. അതിനെതിരെ വല്ല ആരെയും തോക്ക് ഉയർത്തണം കണ്ടിട്ടുണ്ടോ? ഞാൻ അതിന് ആ സമരത്തിന് ആ കാലത്തും ഓർത്താലറിയാം ആരെങ്കിലും കൂടെ. അപ്പോൾ സമരത്തോട് പുറത്തുന്ന സഹിഷ്ണുത എന്നുള്ളത് ഒരു സമീപനത്തിന് ആധാരമായി നിൽക്കുന്ന കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ട കാര്യത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ പറയുന്ന പ്രതിഷ്ഠക്കാരൻ ഈ ഭൂരിപക്ഷാത്മകത എന്നുള്ളത് എന്തും ചെയ്യാനുള്ള അവകാശമായിട്ട് കാണുന്നത് ഒരു തരത്തിനായിരിക്കും. പക്ഷേ ഒരു പക്ഷേ നമുക്ക് ഈ സമരം നൽകുന്നൊരു പാടുണ്ട്, ഈ നിർഭയത്വം, തിരിച്ചടി ഉണ്ടാവും. അത് സംശയമില്ല. കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJPയിൽ തന്നെ അനേകം മനസ്സുണ്ട്. അതുകൊണ്ടാണല്ലോ TG മോഹൻദാസിനെ പോലൊരു ഏറ്റവും ഹീനമായ കാര്യം പറഞ്ഞാൽ അവർക്ക് തള്ളി പറയേണ്ടി വന്നതുകൊണ്ടാണ്. തള്ളി പറയുന്ന നിർബന്ധമായ കാര്യം ഇതുപോലെ പല ആൾക്കാരും കേരളത്തിലുണ്ട്. തള്ളി പറയുന്നത് തന്നെ ഇതിനു മുന്നിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല. അതാണ് പ്രധാനം. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ പല ആൾക്കാർക്ക് മനസ്സിലായി ഈ സമരത്തിന് വേറെ ഒരു ശരി ഉയർത്തിയ സമരമാണ്. ആ സമരത്തെ അടിച്ചൊതുക്കിയാൽ അത് അതിൻ്റെയൊക്കെ തന്നെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ വിഭജനം അതിൻ്റെയൊക്കെ തന്നെ ഉണ്ടാവും. ഇത് ആത്യന്തികമായിട്ട് സർക്കാരിനെ പ്രതിസന്ധിയിലേക്ക് കൂടുതൽ കൊണ്ടുപോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർ. Debate with Madhu Saji.